السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തുൻ നബവിയ്യ ഒരു വിഷയത്തിന്റെ തുടർച്ചയെന്നോണം ഈ ഒരു ഭാഗത്ത്, അപ്പോൾ കഴിഞ്ഞ ഭാഗം 29ാമത്തെ ഭാഗത്ത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ദുഃഖവർഷം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിജീവിതത്തിൽ അങ്ങേയറ്റം പ്രയാസം നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം. റസൂലുള്ളാഹിന്റെ 2 അത്താണികൾ, പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹയും പിതൃവൻ അബൂ ത്വാലിബും ഈ ലോകത്തോട് വിട പറയുകയാണ്. അതോടുകൂടെ സമൂഹത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള 2 സംരക്ഷണങ്ങളും നഷ്ടപ്പെടുകയാണ്. പിതൃവൻ അബൂ ത്വാലിബിന്റെ മരണശേഷം റസൂലുള്ളാഹിന്റെ ഗോത്ര ബനു ഹാശിം ഗോത്രത്തിന്റെ ചുമതല പിന്നീട് ഏറ്റെടുക്കുന്നത് അബൂലഹബാണ്. അദ്ദേഹം തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്തെങ്കിലും ഖുറൈശികൾ വളരെ സമർത്ഥമായിട്ട് അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. അതോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമൂഹത്തിൽ ഒരു സംരക്ഷകനില്ലാതെ പോവുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല രൂപത്തിലുള്ള മർദ്ദനങ്ങളും ആ സമൂഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നു. അപ്പോൾ സാഹചര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും പ്രതികൂലമായി ഭവിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ട് മറ്റെങ്ങോട്ടെങ്കിലും പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അത്രയും കാലം ഒരിക്കൽ പോലും റസൂലുള്ളാഹി മക്ക വിട്ട് മറ്റെങ്ങോട്ടെങ്കിലും പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ ആ സാഹചര്യങ്ങൾ അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോവുക? റസൂലുള്ളാഹിന്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു ഓപ്ഷൻ ത്വായിഫാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ത്വായിഫ് തിരഞ്ഞെടുക്കാനുള്ള കാരണം? നിരവധി കാരണങ്ങൾ അതിന് പിന്നിൽ കാണാൻ സാധിക്കും. ഒന്നാമത്തെ കാരണം, അക്കാലഘട്ടത്ത് അറബ് ദേശത്ത് മക്ക കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണം ത്വായിഫായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ മക്ക മദീന എന്നെല്ലാം പറയപ്പെടുന്നത് പോലെ അക്കാലഘട്ടത്ത് മക്ക ത്വായിഫായിരുന്നു. മദീന പിന്നീട് ഏറ്റവും വലിയ പട്ടണമായിട്ട് ഉയരുന്നത് റസൂലുള്ളാഹിന്റെ ഹിജറയ്ക്ക് ശേഷമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ പറയപ്പെട്ട ഒരു ആരോപണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുന്നുണ്ട്. സൂറത്ത് സുഖ്റുഫിന്റെ 31ാമത്തെ വചനം. അവിടെയുള്ള ആളുകൾ ചോദിച്ചത് വഖാലു ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിൻ ഖറിയതൈനി അളീം. അവർ ചോദിച്ച ചോദ്യമാണ്, ഈ 2 പട്ടണങ്ങളിലുള്ള മഹാപുരുഷന്മാരുടെ മീതെ എന്തുകൊണ്ടാണ് ഈ ഖുർആൻ അവതരിക്കാത്തത്? അപ്പൊ അവിടെ ഖറിയതൈൻ 2 പട്ടണം എന്നുള്ളതുകൊണ്ട് വിവക്ഷ തഫ്സീറുകൾ വായിക്കാൻ സാധിക്കും. 1 മക്ക, 2 ത്വായിഫാണ്. അതേപോലെ തന്നെ ആ 2 മഹാപുരുഷന്മാരെന്നുള്ളതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത്, 1 മക്കയിലുണ്ടായിരുന്ന വലീദ് ബിൻ മുഗീറ, അതേപോലെ തന്നെ ത്വായിഫിലുള്ള മസ്ഊദ് സഖഫി. ഈ 2 ആളുകളെയാണ് അവരതിലൂടെ ഉദ്ദേശിച്ചത്. അറബ് ദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമായിരുന്നു ത്വായിഫ്. ഇപ്പൊ മക്കയെ സംബന്ധിച്ചിടത്തോളം മക്കയുടെ നിയന്ത്രണം ഖുറൈശികൾക്കാണ്. ഖുറൈശികളാണ് മക്കയിലെ പ്രബല ഗോത്രം. അതേ രൂപത്തിൽ ത്വായിഫിനെ സംബന്ധിച്ചിടത്തോളം ത്വായിഫിന്റെ നിയന്ത്രണം, ത്വായിഫിലെ പ്രബല ഗോത്രം എന്നുള്ളത് ബനു സഖീഫ് ഗോത്രാണ്. അതല്ലാതെ പിന്നീട് അവിടെയുള്ള ഗോത്രം ഹവാസിൻ ഗോത്രമാണ്. പക്ഷേ പ്രബലമായിട്ട് ത്വായിഫിന്റെ നിയന്ത്രണം ബനു സഖീഫ് ഗോത്രക്കാർക്കായിരുന്നു. അത് മാത്രമല്ല, ഇപ്പൊ മക്കയിൽ അവർക്ക് കഅബ ഉള്ളതുപോലെ തന്നെ ത്വായിഫിൽ അക്കാലഘട്ടത്ത് അറബ് ദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഗ്രഹമായിട്ട് അവർ ഗണിക്കപ്പെട്ടിരുന്ന ആ ലാത്ത് വിഗ്രഹം സൂക്ഷിക്കപ്പെട്ട ക്ഷേത്രം അത് ത്വായിഫിലാണ് ഉണ്ടായിരുന്നത്. അത് കഅബാലയത്തിന് സമാനാണെന്ന് അവർ ഗണിച്ചിരുന്നു. ഇപ്പൊ കഅബയിലേക്ക് ആളുകൾ ഒഴുകുന്നത് പോലെ തന്നെ ലാത്ത് വിഗ്രഹത്തെ സൂക്ഷിച്ച തങ്ങളുടെ ക്ഷേത്രത്തിലേക്കും ആളുകൾ വരണമെന്ന് അവർ അതിയായി ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരുപാട് എപ്പിസോഡുകൾക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ആനക്കലഹ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അബ്രഹത്തിന്റെ ആ സംഘം അവർ ത്വായിഫിലെത്തിയ സന്ദർഭത്തിൽ അബ്രഹത്തിനെ കൈനീട്ടി സ്വീകരിച്ചതും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഓഫർ ചെയ്തത് ഈ ബനു സഖീഫ് ഗോത്രക്കാർക്കാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അബ്രഹത്തിന് വഴികാട്ടിയായിട്ട് അബൂരിഖാൽ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയെ പോലും അവർ പറഞ്ഞയച്ചു. അത്തരത്തിലൊരു കൊടുംചതി ചെയ്യാൻ അവരെ പ്രചോദിപ്പിച്ച ഘടകം, എങ്ങാനും അബ്രഹത്ത് കഅബാലയം തകർക്കപ്പെട്ടാൽ പിന്നീട് അറബ് ദേശത്തെ ഏറ്റവും പ്രബല തീർത്ഥാടന കേന്ദ്രമായിട്ട് തങ്ങളുടെ ആ ക്ഷേത്രം ഉയരുമെന്ന് അവർ ആഗ്രഹിക്കാൻ ഉയരും. അതേപോലെ തന്നെ അറബ് ദേശത്തെ ഏറ്റവും വലിയ പട്ടണമായിട്ട് ത്വായിഫ് വളരുമെന്ന് അവർ കൊതിക്കുകയാണ്. ആ ഒരു വ്യാമോഹമാണ് അത്തരത്തിലൊരു ചതി ചെയ്യാൻ അവരെ പ്രചോദിപ്പിച്ചത്.
അപ്പൊ ഖുറൈശികളോട് കടപിടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗോത്രം ഇരിക്കുന്നത് ത്വാഇഫിലാണ്. അതേപോലെ തന്നെ മക്ക കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണം ത്വാഇഫാണ്. ഈ രണ്ട് കാരണങ്ങളാണ് ത്വാഇഫ് തിരഞ്ഞെടുക്കാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമതായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള നിരവധി സവിശേഷതകളും ത്വാഇഫിനുണ്ട്. ത്വാഇഫ് വളരെ പച്ചപ്പുള്ള സസ്യശ്യാമളായിട്ടുള്ള ഒരു പ്രദേശമാണ്. അറബ് ദേശത്ത് ആ മരുഭൂമികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ പച്ചപ്പും അതേപോലെ തന്നെ ഉയർന്ന പ്രദേശമാണ്, ഹൈ റേഞ്ചാണ്. അതുകൊണ്ട് തന്നെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയാണ്. വളരെ തണുപ്പ് നിറഞ്ഞ പ്രദേശമാണ്. പല സന്ദർഭത്തിൽ അവിടെ മഴ ലഭിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃഷിക്കും മറ്റുമെല്ലാം അനുകൂലമായതുകൊണ്ട് തന്നെ പഴങ്ങളും പച്ചക്കറികളെല്ലാം അവിടെ ധാരാളമായിട്ട് കൃഷി ചെയ്യാറുണ്ട്. ഇപ്പൊ നമുക്കറിയാം മുന്തിരിത്തോട്ടങ്ങൾ, ഉറുമാമ്പഴത്തിന്റെ എല്ലാം തോട്ടങ്ങൾ സമൃദ്ധമായിട്ട് ത്വാഇഫിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാലാവസ്ഥയും അതേപോലെ തന്നെ തോട്ടങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ മക്കയിലുള്ള പല ഖുറൈശി പ്രമാണിമാരും അവർ ഉഷ്ണകാലത്ത് അവർ വിശ്രമിക്കാൻ വേണ്ടിയെല്ലാം അവർ ത്വാഇഫിലേക്ക് പോകാറുണ്ട്. പല ആളുകൾക്ക് അവിടെ തോട്ടമുണ്ട്. അത് ഇക്കാലഘട്ടത്തും അതേ രൂപത്തിലാണ്. അതായത് യഥാർത്ഥത്തിൽ അറബ് ദേശത്തുള്ള ഒരു റിസോർട്ട് പോലെയാണ് ത്വാഇഫ്. അപ്പൊ ഈ ത്വാഇഫിലുള്ള ബനു സഖീഫ് ഗോത്രം, അവിടുത്തെ പ്രബല ഗോത്രം ഞാൻ പറഞ്ഞു ബനു സഖീഫ്. ഈ ബനു സഖീഫ് ഗോത്രത്തിന്റെ തലവൻ, ആ ചീഫ്റ്റൻ എന്നുള്ളത് അമ്രുബിനു ഉമൈർ അസ്സഖഫി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അമ്രുബിനു ഉമൈർ അസ്സഖഫി, അദ്ദേഹമാണ് ബനു സഖീഫ് ഗോത്രത്തിന്റെ തലവൻ. അദ്ദേഹം മരണപ്പെട്ട സന്ദർഭത്തിൽ ആ ബനു സഖീഫ് ഗോത്രത്തിന്റെ ചുമതല അദ്ദേഹത്തിന്റെ 3 സന്താനങ്ങൾക്കിടയിൽ തുല്യമായിട്ട് വിഭജിക്കപ്പെട്ടു. പിന്നീട് ബനു സഖീഫിന്റെ ചുമതല ഈ 3 മക്കൾക്കാണ്. ഈ 3 മക്കളിൽ നിന്നും ഏതോ ഒരു വ്യക്തി ഖുറൈശി ഗോത്രത്തിൽ നിന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഖുറൈശികളായിട്ട് അവർക്ക് ആ രൂപത്തിലുള്ള ഒരു ബന്ധമുണ്ട്. അപ്പൊ ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പരിഗണിക്കപ്പെടാൻ കാരണമായേക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണക്ക് കൂട്ടാണ്. അത് മാത്രമല്ല, ത്വാഇഫ് എങ്ങാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചാൽ, റസൂലുള്ളാഹിക്ക് അനുകൂലമായിട്ട് അവര് നടപടി സ്വീകരിച്ചാൽ അത് ഖുറൈശികൾക്ക് വലിയ തലവേദനകൾ സൃഷ്ടിക്കും. കാരണം ഖുറൈശികളുടെ ഉപജീവനായിട്ടുള്ള അവരുടെ കച്ചവട യാത്രകൾ, റിഹ്ലത്ത് ശിത്വാഇ വസ്വൈഫ്, അവരുടെ ആ വ്യാപാര വഴി, അവരുടെ ട്രേഡ് റൂട്ട് കടന്നു പോകുന്നത് ത്വാഇഫ് വഴിയാണ്. ത്വാഇഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ വന്നു കഴിഞ്ഞാൽ അത് ഖുറൈശികൾക്ക് എല്ലാ അർത്ഥത്തിലും ക്ഷീണം സൃഷ്ടിക്കപ്പെടും. അതെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ബുദ്ധിപൂർവ്വമാണ് അവിടെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ 10ാം വർഷം ഷവ്വാൽ മാസം, അതായത് അബൂ ത്വാലിബും ഖദീജ റളിയല്ലാഹു അൻഹയെല്ലാം മരണപ്പെട്ട് ആഴ്ചകൾ മാത്രം റസൂലുള്ളാഹി മക്കയിൽ തങ്ങിയത് ഉടനെ തന്നെ ത്വാഇഫിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയാകാനുള്ള പദ്ധതി ഒരുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയ്ക്ക് ഒരുങ്ങുന്നു. കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കൂട്ടിയത് തന്റെ വളർത്തുപുത്രൻ സെയ്ദ് ബിൻ ഹാരിസയാണ്. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. അവരിരുവരും ഉദരണിയിൽ കാണാൻ സാധിക്കും. ലമ്മാ തുവഫി അബൂ ത്വാലിബ് ഖറജ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല ത്വാഇഫി മാശിയൻ അലാ ഖദമൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സെയ്ദ് ബിൻ ഹാരിസയും ത്വാഇഫിലേക്ക് പുറപ്പെടുന്നത്. അവർ കാൽനടയായിട്ടാണ് ത്വാഇഫിലേക്ക് യാത്രയാവുന്നത്. എന്തുകൊണ്ടാണ് നടന്നു പോകാനുള്ള കാരണം? ചിന്തിച്ചു നോക്കുക. ത്വാഇഫ് എന്നുള്ളത് മക്കയിൽ നിന്ന് ഏകദേശം 80-85 കിലോമീറ്റർ അകലെയാണ്. ഞാൻ പറഞ്ഞു മലമ്പ്രദേശമാണ്. അത് വളരെ ദുർഘടം പിടിച്ച വഴിയാണ്. ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമ്മൾ കാറിൽ പോവുകയാണെങ്കിൽ തന്നെ 1 മണിക്കൂറിലധികം സമയമെടുക്കും. ചുരം എല്ലാം കയറി അവിടെ എത്തേണ്ടതുണ്ട്. അത്രയും ദൂരം ആ ദുർഘടം പിടിച്ച വഴിയിലൂടെ, മരുഭൂമിയിലൂടെ, ആ ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ താണ്ടാൻ തീർച്ചയായിട്ടും ഏകദേശം 1 ദിവസത്തിലധികം സമയം വേണ്ടി വരും. അപ്പൊ നമുക്കറിയാം മനുഷ്യന്റെ നടത്തത്തിന്റെ സ്പീഡ് അവർ പറയാറ് 5 to 6 കിലോമീറ്റർ പെർ ഹവറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വേഗത്തിലായിരുന്നു നടന്നിരുന്നത്. ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ എങ്ങനെ നടന്നാലും തീർച്ചയായിട്ടും 1 ദിവസത്തോളം നടക്കേണ്ടതുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകാനുള്ള കാരണം? ഒരൊട്ടകോ കുതിരയോ ഒന്നും അവിടെ കിട്ടാഞ്ഞിട്ടാണോ? അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ള കൂടെ കൂട്ടാനുള്ള കാരണം? ഉറ്റമിത്ര അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാം ഉണ്ടായിട്ടും സെയ്ദ് ബിൻ ഹാരിസയെ റസൂലുള്ള കൂടെ കൂട്ടാനുള്ള കാരണം എന്താണ്? അത് മനസ്സിലാകുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള ആസൂത്രണം, അതിന് പിന്നിലുള്ള ആസൂത്രണം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഞാൻ പറഞ്ഞു, മക്കയിൽ ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സംരക്ഷകൻ അവിടെ ഇല്ല. ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ള പുറത്തു പോയിട്ട്, അതും ഖുറൈശികളോട് കടപിടിക്കുന്ന, ഖുറൈശികളോട് എല്ലാ കാര്യത്തിനും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന പുറത്തുള്ള ഒരു ഗോത്രക്കാരിൽ നിന്നും സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നും ഇറങ്ങി പുറപ്പെടുന്നത്. വലിയൊരു ചുവട് നീക്കം നടത്തുകയാണ്. ഒരർത്ഥത്തിലും അത്തരത്തിലുള്ള റസൂലുള്ളാഹിന്റെ നീക്കം ഒരർത്ഥത്തിൽ അവിടെ ലീക്കാവാൻ പാടില്ല, ഒരാൾ അറിയപ്പെടാൻ പാടില്ല. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള യാത്ര നടത്തുന്നത് അതിരഹസ്യമായിട്ടായിരിക്കണം.
അത് മറ്റാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധം കാൽനടയായിട്ട് പോകാനുള്ള കാരണം. ഇപ്പൊ ചിന്തിച്ചു നോക്കുക, അതായത് റസൂലുള്ളാഹി ഒരു കുതിര അല്ലെങ്കിൽ ഒരു ഒട്ടകമെല്ലാം എടുത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എല്ലാം കൂടെ കൂട്ടി, അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരാളെ കൂടെ കൂട്ടി ഒരു പ്രത്യേക ദിശയിൽ പോകുന്നത്, അതും ഈ ഒരു സന്ദർഭത്തിൽ പോകുന്നത് കണ്ടാൽ തീർച്ചയായിട്ടും എന്തിനോ ഒന്നുള്ള പുറപ്പാടാണെന്ന് ഏതൊരു കാഴ്ചക്കാരനും മനസ്സിലാകും. അതേ സന്ദർഭത്തിൽ വളർത്തുപുത്രനോടൊപ്പം നടന്ന് സംസാരിച്ചിങ്ങനെ നടന്നു പോകുന്നത് കണ്ടാൽ ഒരാൾക്കും സംശയം തോന്നില്ല. കാരണം ഉപ്പയും മകനും സംസാരിച്ച് പോകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിൽ പ്രത്യേകമായിട്ടൊരു സംശയത്തിന് ഒരർത്ഥത്തിൽ ഇട നൽകുന്നില്ല. വളരെ സമർത്ഥമായിട്ടുള്ളൊരു നീക്കാണ് അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധ സന്ദർഭത്തിൽ, യുദ്ധയാത്രകൾ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിലും വളരെ ബുദ്ധിപൂർവ്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെല്ലാം നീങ്ങാറുള്ളത്. മദീനൻ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭത്തിൽ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്ന സന്ദർഭത്തിലെല്ലാം യുദ്ധത്തിന് ഏത് വഴിക്കാണോ പോകേണ്ടത്, ഇപ്പൊ കിഴക്ക് ദിശയിലാണ് യുദ്ധത്തിന് യാത്രയാകേണ്ടതെങ്കിൽ റസൂലുള്ളാഹി മദീനയിൽ നിന്നും പുറപ്പെടുക വിപരീത ദിശയിലായിരിക്കും. കാരണം അവിടെയുള്ള മുനാഫിക്കുകൾ അവരിതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിപരീത ദിശയിൽ റസൂലുള്ളാഹി യാത്രയാകും. ഒരുപാട് പോയതിനു ശേഷം ഒരു യൂട്ടേൺ എടുത്ത് യഥാർത്ഥ വഴിയിലേക്ക് വരും. അതെല്ലാം ആ തന്ത്രങ്ങളുടെ ഭാഗമാണ്. ഇവിടെയും സമർത്ഥമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാൽനടയായിട്ട് തന്റെ വളർത്തുപുത്രൻ സെയ്ദ് ബിൻ ഹാരിസയോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വാഇഫ് ലക്ഷ്യാക്കി നടക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വാഇഫ് യാത്രയായി. ആ യാത്ര കഴിഞ്ഞ് റസൂലുള്ളാഹി ത്വാഇഫിലെത്തുകയാണ്. സീറ ഗ്രന്ഥങ്ങളിൽ, സീറത്ത് ഇബ്നു ഹിശാമിലെല്ലാം കാണാൻ സാധിക്കും റസൂലുള്ളാഹി 10 ദിവസത്തോളം, ഏതായാലും ഒരാഴ്ചയിലധികം ത്വാഇഫിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങിയിട്ടുണ്ട്. ത്വായിഫിൽ എത്തിയ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നേരത്തെ പറഞ്ഞ അവിടുത്തെ പ്രധാന ഗോത്രമായ ബനൂ സഖീഫ് ഗോത്രത്തിന്റെ നേതാക്കളെ അവരെ ആദ്യം നേരിട്ട് പോയി കാണാൻ വേണ്ടി റസൂലുള്ളാഹി തീരുമാനിക്കുകയാണ്. അത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് അവിടെയുള്ള പൊതുജനങ്ങളെ ഒന്നും കാണാതെ നേരെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിലേക്കാണ് റസൂലുള്ളാഹി ഫോക്കസ് ചെയ്യുന്നത്. കാരണം ആ നേതാക്കൾ അവർ ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധമായാൽ പിന്നീട് തീർച്ചയായിട്ടും മണികൾ അവരെ തുടർന്ന് വരുമെന്നുള്ളതാണ്. ആദ്യം അവരിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ബനൂ സഖീഫിന്റെ ചുമതല ആ അംർ ബിൻ ഉമൈർ സഖഫി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ 3 മക്കൾക്കാണ്. അദ്ദേഹത്തിന്റെ 3 മക്കളുടെ പേര് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അബ്ദു യാലീൽ, അതേപോലെ തന്നെ മസ്ഊദ്, ഹബീബ്. ഈ 3 ആളുകളായിരുന്നു ബനൂ സഖീഫ് ഗോത്രത്തിന്റെ ചുമതല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 ആളുകളെയും പോയി കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 നേതാക്കൾക്ക് മുമ്പിൽ പോയിരിക്കുകയാണ്. അതിനുശേഷം റസൂലുള്ളാഹി അവരെ ആ മനോഹരമായിട്ടുള്ള ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക് ക്ഷണിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചും താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ള ദൂതനാണ്, അതെല്ലാം പറഞ്ഞ് ഇസ്ലാമിന്റെ മനോഹരമായിട്ടുള്ള ആദർശത്തിലേക്ക് അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചു. അതെല്ലാം കേട്ട് കഴിഞ്ഞ സന്ദർഭത്തിൽ ഈ 3 ആളുകളിൽ ആദ്യത്തെ ആൾ അദ്ദേഹം പ്രതികരിച്ചു. ഫഖാല അഹദുഹും ഹുവ യംറുതു സിയാബൽ കഅബ ഇൻ കാന അല്ലാഹു അർസലക്. അദ്ദേഹം പറയാണ്, നഊദു ബില്ലാഹ്, അദ്ദേഹം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെയാണ് ദൂതനായിട്ട് അയച്ചിട്ടുള്ളതെങ്കിൽ ഞാൻ ആ കഅബയുടെ മൂടുപടം അല്ലെങ്കിൽ ആ കഅബ പുതച്ചിട്ടുള്ള തുണി ഞാൻ പോയി കീറും. നഊദു ബില്ലാഹ്, അദ്ദേഹം പറയാണ്. അതായത് താങ്കളെ പോലെയുള്ള ഒരാളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ദൂതനായിട്ട് അയക്കാൻ കിട്ടിയതെങ്കിൽ പിന്നീട് കഅബാലയത്തെ പോലെ അല്ലെങ്കിൽ കഅബാലയത്തിനൊക്കെ എന്ത് ശ്രേഷ്ഠതയാണുള്ളത്. നഊദു ബില്ലാഹ്, അദ്ദേഹം പറയാണ്. എത്രത്തോളം, അതായത് ഇത്രയും അപമാനിക്കുന്ന വചനങ്ങളാണ് അദ്ദേഹം റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി പറയുന്നത്. ഉടനെ തന്നെ അതായത് 3-ൽ രണ്ടാമനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു, അമാ വജദല്ലാഹു അഹദൻ യുർസിലഹു ഗൈറക്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിന്നെ അല്ലാതെ മറ്റൊരാളെയും ദൂതനായിട്ട് അയക്കാൻ കിട്ടിയില്ല. നഊദു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് താങ്കളെ അല്ലാതെ മറ്റൊരാളെയും ദൂതനായിട്ട് അയക്കാൻ കിട്ടിയില്ലേ? അതാണ് രണ്ടാമത്തെ ആൾ ചോദിച്ചത്. വഖാല സാലിസ്, മൂന്നാമനായിട്ടുള്ള ആൾ പറഞ്ഞു, വല്ലാഹി ലാ ഉകല്ലിമുക അബദ, അള്ളാഹുവാണ്, ഞാൻ ഒരിക്കലും നിങ്ങളോട് സംസാരിക്കില്ല. അതായത് ഞാൻ ഒരിക്കലും നിങ്ങളോട് സംസാരിക്കില്ല. കാരണം നിങ്ങൾ ഇതേ രൂപത്തിൽ പറയപ്പെട്ടതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ദൂതനാണെങ്കിൽ എന്നെപ്പോലുള്ള ഒരാൾക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയാത്ത അത്ര ഉയരത്തിലാണ് നിങ്ങൾ. അതായത് ഞാൻ എങ്ങനെയാണ് നിങ്ങളെപ്പോലുള്ള ഒരാളോട് ഞാൻ സംസാരിക്കുക? ഇനി നിങ്ങൾ പറയുന്നത് കളവാണെങ്കിൽ എന്നെപ്പോലുള്ള ഒരാളോട് സംസാരിക്കാൻ നിങ്ങൾ ഒരിക്കലും യോഗ്യനല്ല. നഊദു ബില്ലാഹ്, അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. എത്ര വലിയ പരിഹാസത്തിന്റെ സ്വരങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത്. ചിന്തിച്ചോക്ക്, അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന അവസ്ഥ. മക്കയിലെ ആ ദുഃഖവർഷം, അത് കഴിഞ്ഞ് ആ ദുഃഖം പേറി ഒരു തന്നെ സംരക്ഷിക്കുന്നുള്ള പ്രതീക്ഷയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരാൻ. അത്രയും വലിയ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നാണ് ഇത്രയും വലിയ പരിഹാസത്തിന്റെ സ്വരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കേണ്ടി വരുന്നത്. അത് കേട്ട സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മാന്യമായിട്ട് യാതൊന്നും പറയാതെ റസൂലുള്ളാഹി അവിടെ നിന്ന് എഴുന്നേറ്റു.
അവിടുന്ന് എഴുന്നേറ്റ് അവസാനമായിട്ട് റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, ഇദാ ഫഅൽതും മാ ഫഅൽതും ഫക്തുമു അന്നി, നിങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു, അതൊന്നും പ്രശ്നമല്ല. ഫക്തുമു അന്നി, എനിക്ക് നിങ്ങളൊരു അപേക്ഷയുണ്ട്. ഞാൻ വന്ന കാര്യം, ഞാൻ നിങ്ങളോട് ഈ രൂപത്തിലൊരു അപേക്ഷ നടത്തിയത് നിങ്ങൾ മറച്ചു വെക്കണം. കാരണം ഞാനിവിടെ വന്ന വിവരം നിങ്ങൾ അറിയിക്കരുത്. കാരണം നേരത്തെ പറഞ്ഞു, അതെങ്ങാനും ഖുറൈശികൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും, മക്കയിലുള്ള സാഹചര്യങ്ങൾ ഒന്നുകൂടെ മോശമാകും. അപ്പോൾ ഒരിക്കലും ഈ ഒരു വരവിനെക്കുറിച്ച് നിങ്ങൾ മറ്റൊരാളോടും പറയരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അപേക്ഷിക്കുകയാണ്. പക്ഷേ ഈ രൂപത്തിൽ ഒരു മാന്യതയുടെ എല്ലാ അറ്റങ്ങളും ലംഘിച്ച് ഇതേ രൂപത്തിൽ പ്രതികരിക്കപ്പെട്ട ഈ ആളുകളിൽ നിന്നും എന്ത് മാന്യത പ്രതീക്ഷിക്കാനാണ്? അവരത് മറച്ചു വെക്കുന്നു തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്യധികം ദുഃഖത്തോടു കൂടെ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ പറഞ്ഞു, ഉദ്ധരണിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തോളം ത്വാഇഫിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാൻ സാധിക്കും, അവിടെയുള്ള നേതാക്കൾ തിരസ്കരിക്കപ്പെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അണികളിലേക്ക് പോയിട്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിരിക്കണം. പിന്നീടുള്ള ദിവസം റസൂലുള്ളാഹി അതായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു ക്ഷണം അവിടെ നടക്കുന്നത് നേതാക്കളുടെ ചെവിയിലെത്തും. നേതാക്കൾ അറിഞ്ഞ ഉടനെ തന്നെ അവിടെയുള്ള നാട്ടിലുള്ള തെരുവ് പിള്ളേരെയും അതേപോലെ തന്നെ ഗുണ്ടകളെയും അടിമകളെയെല്ലാം വിളിച്ച് അവരെ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഇളക്കിവിടാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. അതായത് അവർ പറഞ്ഞു, ഈ മക്കയിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ട 2 ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്, അവർ ഈ നാട്ടിലും പ്രശ്നം ഉണ്ടാക്കാനാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഇവിടെ കാലുകുത്താൻ അവരെ സമ്മതിക്കരുത്, എറിഞ്ഞോടിക്കണം നിങ്ങൾ. അതേ രൂപത്തിലുള്ള നിർദ്ദേശം അവിടെയുള്ള ഭരണാധികാരികൾ അവിടെയുള്ള അണികൾക്ക് നൽകുകയാണ്. അതായത് ഭരണകൂടം സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ആൾക്കൂട്ട മർദ്ദനം, മോബ് ലിഞ്ചിങ് ആണ് അവിടെ നടക്കാൻ പോകുന്നത്. അങ്ങനെ റോഡിന്റെ ഇരുഭാഗത്തും ആളുകൾ അവർ നിരത്തി നിർത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സെയ്ദ് ബിൻ ഹാരിസയും ആ വഴി പ്രവേശിച്ച സന്ദർഭത്തിൽ അവര് അതിക്രൂരമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സെയ്ദ് ബിൻ ഹാരിസയുടെയും ശരീരത്തിലേക്ക് അവർ കല്ലുകൾ എറിയാൻ തുടങ്ങി. കല്ലുകൾ എറിയും തെറിവിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉദ്ധരണിയിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹിന്റെ കാലിനെ ലക്ഷ്യമാക്കിയിട്ടാണ് അവർ കാര്യമായിട്ട് എറിഞ്ഞത്. റസൂലുള്ളാഹിന്റെ പവിത്രമായിട്ടുള്ള ആ പാദങ്ങൾ പൊട്ടി രക്തം ധാരയായിട്ട് ഒഴുകുകയാണ്. പല സന്ദർഭത്തിലും കൂടെ ഉണ്ടായിരുന്ന സെയ്ദ് ബിൻ ഹാരിസ ഏറ് തടുക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ തലക്ക് ഏറുകൊണ്ട് അദ്ദേഹത്തിന്റെ തല പൊട്ടി രക്തം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ നടക്കുന്ന ആ വഴിയിലുടനീളം കല്ലുമായിട്ട് ഈ റൗഡിക്കൂട്ടം അവരെ പിന്തുടരുന്നുണ്ട്. അവർ എറിഞ്ഞു ഓടിക്കാണ്. ചിന്തിച്ചു നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖർനു സആലിബ് അല്ലെങ്കിൽ ഖർനുൽ മനാസിൽ എന്നറിയപ്പെടുന്ന ആ സ്ഥലത്ത് അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് ശരിയാവണ്ണം ബോധം വീണത്. അതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു അബോധാവസ്ഥയിൽ അവർ ഓടുകയായിരുന്നു. അതായത് ഈ ഖർനുൽ മനാസിൽ എന്നുള്ള ത്വായിഫിനപ്പുറം ഏകദേശം 8-10 കിലോമീറ്റർ അപ്പുറം അകലെയുള്ള സ്ഥലമാണ്. അതുവരെ അവർ ആ ഏറും കൊണ്ട് അവർ ഓടി എന്നർത്ഥം. ചിന്തിച്ചു നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ക്ഷീണിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ ആ പരിശുദ്ധ പാദങ്ങളിൽ നിന്നും രക്തം ധാരയായിട്ട് ഒഴുകുകയാണ്. അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദങ്ങൾ, അതായത് ചെരുപ്പുകളെല്ലാം രക്തത്തിൽ കുതിർന്നിരുന്നു ആ ഒരു സന്ദർഭത്തിൽ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ഒരു തോട്ടത്തിന്റെ ബൗണ്ടറിക്ക് അരികിൽ ഒരു വൃക്ഷം ഉണ്ടായിരുന്നു. ആ വൃക്ഷത്തിന് താഴെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കാനിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ആ ബുഖാരി ഹദീസ് ആരംഭിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ചോദ്യത്തോടു കൂടിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഉഹുദിനേക്കാൾ പ്രയാസകരമായിട്ടൊരു ദിനം താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കാരണം ആയിഷ റളിയല്ലാഹു അൻഹ കുട്ടിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഈ സംഭവത്തിനൊന്നും സാക്ഷിയല്ല. മദീനൻ കാലഘട്ടത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ പ്രയാസമുള്ള ദിനം ഉഹുദിന്റെ ദിനാണ്. അപ്പൊ അത് വെച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാണ്, ഉഹുദിനേക്കാൾ പ്രയാസകരമായിട്ടുള്ള ഒരു ദിനം റസൂലെ താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഉഹുദിനേക്കാൾ എനിക്ക് പ്രയാസകരമായിട്ടുള്ള ദിനം അത് ത്വായിഫിലായിരുന്നു. കാരണം ഉഹുദ് ശാരീരിക മുറിവുകളാണ് റസൂലുള്ളാഹിനെ ഏൽപ്പിച്ചതെങ്കിൽ ത്വായിഫ് റസൂലുള്ളാഹിനെ ഏൽപ്പിച്ചത് മനസ്സിനും ശരീരത്തിനും ത്വായിഫിൽ റസൂലുള്ളാഹിക്ക് മുറിവേൽക്കേണ്ടി വന്നു. ആ ഒരു അവസ്ഥയിലും, അതായത് ആ രക്തം ഒലിക്കുന്ന അവസ്ഥയിൽ അത്യധികം ക്ഷീണിതനായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയ ആ സാഹചര്യത്തിന്റെ, ആ സന്ദർഭത്തിന്റെ കാഠിന്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ദിനമെന്ന് പിൻകാലഘട്ടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശേഷിപ്പിക്കപ്പെട്ട ദിനം.
സ്വന്തം അനുയായികൾ തന്നെ ആട്ടി ഓടിച്ച് അവസാനം അഭയം നൽകുന്നുള്ള പ്രതീക്ഷയിൽ ത്വായിഫിലേക്ക് കയറിച്ചെന്ന സന്ദർഭത്തിൽ അവർ വാക്കുകൾ കൊണ്ട് അപമാനിക്കുക മാത്രമല്ല, ശാരീരികമായിട്ട് അവർ ഈ രൂപത്തിൽ ഉപദ്രവിച്ചിരിക്കുകയാണ്. ആ ഉപദ്രവങ്ങളുടെ പാടുകൾ ആ സന്ദർഭത്തിലും ശരീരത്തിലുണ്ട്. അതേപോലെ തന്നെ അവർ പറയപ്പെട്ട വാക്കുകൾ ആ സന്ദർഭത്തിലും റസൂലുള്ളാഹിന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങോട്ടാണ് പോവുക? മക്കയിൽ തീർച്ചയായിട്ടും ഈ വരവിനെ സംബന്ധിച്ചുള്ള വാർത്ത അവർക്ക് ലഭിച്ചിട്ടുണ്ടാകും. ത്വായിഫിലേക്കാണെങ്കിലും മടങ്ങിപ്പോകാനും പറ്റാത്ത വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥ. ആ അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തുകയാണ്. നമുക്കറിയാം, എല്ലാ വാതിലുകളും മുമ്പിൽ അടയപ്പെടുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാതിലുകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ മുമ്പിൽ തന്റെ നിസ്സഹായ അവസ്ഥ തുറന്നു പറയുകയാണ്. അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ വികാര നിർഭരായിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. സീറ ഗ്രന്ഥങ്ങളിലെല്ലാം ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. ആ പ്രാർത്ഥന ഏതൊരു വിശ്വാസിയെയും കണ്ണ് നനയിപ്പിക്കുന്ന, റസൂലുള്ളാഹിന്റെ ഹൃദയം തുറന്നു വെക്കുന്ന, റസൂലുള്ളാഹിന്റെ ഹൃദയവേദനകൾ ആ പ്രാർത്ഥനയിൽ ഉടനീളം പ്രതിഫലിക്കുന്ന രൂപത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള പ്രാർത്ഥന. റസൂലുള്ളാഹി കൈ ഉയർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഷ്കു ഇലൈക ളഅഫ ഖുവ്വതി വഖില്ലത ഹീലതി വഹവാനി അലന്നാസി യാ അർഹമർ റഹീമീൻ. റസൂലുള്ളാഹി പറയാൻ, ഓ അല്ലാഹ്, എന്റെ ബലഹീനതകളെക്കുറിച്ച്, എന്റെ ദൗർബല്യത്തെക്കുറിച്ചും, അതേപോലെ തന്നെ വഖില്ലത ഹീലതി, എന്റെ തന്ത്രക്കുറവുകളെ സംബന്ധിച്ചും, അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ഞാൻ അപമാനിതനായി പോകുന്നതിനെ കുറിച്ചും കാരുണ്യവാനായിട്ടുള്ള അള്ളാഹ്, ഞാൻ നിന്നോട് അഷ്കു ഇലേക്ക് പരാതി ബോധിപ്പിക്കുകയാണ്, ഞാൻ നിന്നോട് ആവലാതി പറയുകയാണ്. അതിനുശേഷം അൻത റബ്ബുൽ മുസ്തദഇഫീൻ, ഓ റബ്ബേ, നീ ദുർബലരുടെ നാഥനാണ്, നീ ദുർബലരുടെ നാഥനാണ്. അൻത റബ്ബി, നീ എന്റെ നാഥൻ കൂടെയാണ്, നീ ദുർബലരുടെയും എന്റെയും നാഥനാണ്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ഇലാമൻ തക്കിലുനി, നീ എന്നെ ആർക്കാണ്, ആരുടെ കയ്യിലേക്കാണ് നീ എന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്നത്? ഇലാ ബഈദിൻ യതജഹമുനി, എന്നെ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഈ അപരിചിതരായിട്ടുള്ള ജനതയിലേക്കാണോ നീ എന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്നത്? അതല്ലെങ്കിൽ അം ഇലാ അദുബിൻ മല്ലക്തഹു അംരി, അതല്ലെങ്കിൽ എന്റെ മീതെ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള എന്റെ ശത്രുവിലേക്കാണോ നീ എന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്നത്? അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫ് അപരിചിതരായിട്ടുള്ള ത്വായിഫുകാർ റസൂലുള്ളാഹിനെ ആട്ടി ഓടിച്ചു ഉപദ്രവിച്ചു. അതേ സന്ദർഭത്തിൽ മക്കയിലുള്ള അടുത്ത ബന്ധുക്കൾ, ആ ബന്ധുക്കൾക്ക് റസൂലുള്ളാഹിന്റെ മീതെയുള്ള ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവരും റസൂലുള്ളാഹിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഇലാമൻ തെക്കിലുനി, നീ എന്നെ ആർക്കാണ് വിട്ടുകൊടുക്കാൻ പോകുന്നത്? അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ചില വാക്കുകൾ, അതാണ് ആ ദുആയുടെ മർമ്മം, ആ പ്രാർത്ഥനയുടെ ന്യൂക്ലിയസ് ഇനി കടന്നു വരുന്ന ഭാഗമാണ്. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലം യകുൻ ബിക അളബുൻ അലയ്യ ഫലാ ഉബാലി, ഓ റബ്ബേ, ഓ നാഥ, നിനക്ക് എന്നോട് കോപമില്ലെങ്കിൽ എനിക്കിതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല, ഞാനിവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളൊന്നും എനിക്ക് യാതൊരു പ്രയാസവുമില്ല, നിനക്ക് എന്നോട് കോപമില്ലെങ്കിൽ. വലാകിന്ന ആഫിയതക ഹിയ ഔസഉലി, റസൂലുള്ളാഹി പറയാണ്, അങ്ങനെയാണെങ്കിലും നീ നൽകുന്ന ആശ്വാസം, നീ നൽകുന്ന സഹായം, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും വിശാലമായിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വാഴ്ത്തിക്കൊണ്ട്, ആ പ്രാർത്ഥനയുടെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വാഴ്ത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബിനൂരി വജ്ഹിക്കല്ലദീ അശ്റഖത് ലഹു ദുലുമാത് വസ്വലഹ അലൈഹി അംറു ദുനിയ വൽ ആഖിറ മിൻ അൻ യുൻസില ബി ഖളബുക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിന്റെ കോപം, നിന്റെ കോപം എന്റെ മീതെ വന്നു ഭവിക്കുന്നതിൽ നിന്നും എല്ലാ അന്ധകാരങ്ങളും, പ്രപഞ്ചത്തിലുള്ള എല്ലാ അന്ധകാരങ്ങളെയും പ്രകാശിതമാക്കുന്ന, അല്ലെങ്കിൽ ഐഹികവും പാരത്രികവുമായിട്ടുള്ള മൊത്തം കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന, ശരിയാക്കുകയും ചെയ്യുന്ന നിന്റെ ആ മുഖദീപ്തിയിൽ, നിന്റെ ആ വദനദീപ്തിയിൽ ഞാൻ അഭയം തേടുകയാണ്. അഊദു ബിനൂരി വജ്ഹിക്കല്ലദീ അശ്റഖത് ലഹു ദുലുമാത്. സുബ്ഹാനല്ലാഹ്. എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അതിൽ ഞാൻ അഭയം തേടുകയാണ്. അതിനുശേഷം ലക്കൽ ഉത്ബാ ഹത്താ തർളാ, നീ തൃപ്തനാകുവോളം നിനക്കെന്നെ ആക്ഷേപിക്കാം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിന്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കൽ, അല്ലെങ്കിൽ നിന്റെ മാർഗത്തിൽ കഷ്ടപ്പെടൽ, അത് നീ സംതൃപ്തനാണെങ്കിൽ എനിക്കതിലൊരു പ്രശ്നമില്ല, നീ സംതൃപ്തനാകുന്നത് വരെ നിനക്ക് നിന്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കൽ എന്റെ കടമയാണ്. വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബിക്, അതല്ലാതെ മറ്റൊരു കഴിവും ശക്തിയും എനിക്ക് ഇവിടെ നിന്ന് ലഭിക്കാനില്ല. എല്ലാ കഴിവും ശക്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നീ മാത്രം ഉടമപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് നീ എന്നെ ഈ ഒരു സന്ദർഭത്തിൽ നിനക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലേക്ക് റസൂലുള്ളാഹി കൈ ഉയർത്തുകയാണ്. അതിമനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. എല്ലാ സീറ ഗ്രന്ഥങ്ങളിലും ഈ പ്രാർത്ഥന ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. ചിന്തിച്ചു നോക്ക്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയുടെ തുടക്കം,
ആ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഒരല്പം പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ സീറയുടെ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കും. ആ പ്രാർത്ഥന അതിമനോഹരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കത്തിൽ തന്നെ അല്ലാഹുമ്മ ഇന്നി അഷ്കു ഇലൈക ളഅഫ ഖുവ്വതി, അല്ലാഹു സുബ്ഹാനഹു തന്റെ അവസ്ഥയിൽ അള്ളാഹുവിനോട് തന്റെ ദൗർബല്യത്തെ സംബന്ധിച്ച് തന്റെ ബലഹീനതകൾ അള്ളാഹു സുബ്ഹാനഹു മുമ്പിൽ റസൂലുള്ളാഹി പരാതി ബോധിപ്പിക്കുകയാണ്. അള്ളാഹിനോട് നമുക്ക് പരാതി പറയാം. നമുക്കറിയാം, മനുഷ്യരോട് നമ്മൾ എത്ര പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായിട്ടുള്ള പ്രസ്താവന ഓർക്കാണ്, ശക്വ ഇലൽ ഖൽഖ്, നമ്മൾ സൃഷ്ടികളോട് പരാതി പറയുന്ന സന്ദർഭത്തിൽ ഇല്ല അൻ തുഹ്സിന സദീഖക് ഔ തുസമ്മിത അദുവക്, നീ സൃഷ്ടികളോട് പരാതി പറയുകയാണെങ്കിൽ അത് നിന്നെ സ്നേഹിക്കുന്ന ആളുകളെ ദുഃഖിപ്പിക്കും, അതേ സന്ദർഭത്തിൽ നിന്നെ വെറുക്കുന്ന ആളുകൾ അത് സന്തോഷിപ്പിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ നമ്മൾ ഏതെങ്കിലും സൃഷ്ടികളോട് പറഞ്ഞാൽ അത് നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ അവര് നമ്മോടൊപ്പം ദുഃഖിക്കും. അതല്ല, വെറുക്കുന്ന ആളുകളാണെങ്കിൽ അതോടൊപ്പം അവര് അതിന്റെ പേരിൽ നമ്മുടെ മീതെ സന്തോഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു, അതായത് എല്ലാ പരാതികളും അള്ളാഹുവിന് മുമ്പിൽ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളെക്കാൾ അറിയുന്ന, നമ്മളെക്കാൾ സ്നേഹിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു മുമ്പിൽ നമ്മുടെ സാഹചര്യം തുറന്നു വെക്കുക. ആ പരാതി എന്നുള്ളത് ഒരിക്കലും പ്രത്യേകം മനസ്സിലാക്കുക, പരാതി എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വിധിയെ ചോദ്യം ചെയ്യലല്ല, നഊദു ബില്ലാഹ്, അത് കുഫ്റാണ്. അതായത് എനിക്ക് എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, എങ്ങനെയാണിത് എനിക്ക് സംഭവിക്കാതെ, ചില ഭൗതികവാദികളായിട്ടുള്ള ആളുകളല്ല ഇതേ രൂപത്തിൽ, എന്തുകൊണ്ടാണ് ഇതേ രൂപത്തിൽ പട്ടിണി, ഇതേ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വിധിയെ ചോദ്യം ചെയ്യലുണ്ട്, അത് തീർച്ചയായിട്ടും കുഫ്റാണ്. അത് കുഫ്റാണ്. രണ്ട് രൂപത്തിലുള്ള സമീപനം, ഒന്ന് ശക്വ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് പരാതി ബോധിപ്പിക്കുക. മറ്റേത് ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് ഇതേ രൂപത്തിലുള്ള ചോദ്യം ചെയ്യൽ, ഇഅ്തിറാദ് അനില്ല, അതായത് അള്ളാഹുവിന്റെ വിധിയെ ചോദ്യം ചെയ്യുക. ഇഅ്തിറാദ് എന്ന് വെച്ചാൽ ഒബ്ജക്ഷൻ, അതിനെ എതിർക്കുക. ആ രൂപത്തിലുള്ള സമീപനം ഒരിക്കലും വിശ്വാസികൾ, അത് കുഫ്റാണ്. നമുക്കറിയാം, പിശാചിനെ സംബന്ധിച്ച് റബ്ബി ബിമാ അഗ്വൈതനി, അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, പിശാച് അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ സംസാരിക്കുന്നുണ്ട്. അതല്ല, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ ബലഹീനത, നിസ്സഹായാവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അവന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് അവനോട് പരാതി ബോധിപ്പിക്കുക, അവന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവനോട് പരാതി ബോധിപ്പിക്കുക. പരിശുദ്ധ ഖുർആനിൽ ഇപ്പൊ സമാനായിട്ട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്ത് യൂസുഫിന്റെ 86-ാമത്തെ വചനത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നമാ അഷ്കു വ ബസ്സി വ ഹുസ്നി ഇലല്ലാഹ്, അവിടെയും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ദുഃഖം അല്ലാഹു സുബ്ഹാനഹു അഷ്കു, അല്ലാഹു സുബ്ഹാനഹു പരാതി പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആ നിസ്സഹായാവസ്ഥ അല്ലാഹു സുബ്ഹാനഹു മുമ്പിൽ വെക്കുകയാണ്. ഒരു ഭാഗത്ത് തന്നെ ആക്രമിക്കുന്ന ബന്ധുക്കൾ, അവർക്കാണെങ്കിൽ എന്റെ മീതെ സ്വാധീനമുണ്ട്, ശക്തിയുണ്ട്, അവിടെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷാണ്. അതേ സന്ദർഭത്തിൽ മറുപക്ഷത്ത് സഹായഭ്യർത്ഥിച്ച് പോയ സന്ദർഭത്തിൽ ലഭിച്ച പ്രതികരണം അതിനേക്കാൾ ക്രൂരാണ്. എല്ലാ അർത്ഥത്തിൽ എല്ലാ വാതിലുകളും അടഞ്ഞുകിടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു മുമ്പിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇതേ രൂപത്തിൽ എല്ലാ വാതിലുകളും അടയപ്പെടുന്ന സാഹചര്യം വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് കടന്നു വരും. ലോകത്തുടനീളമുള്ള വിശ്വാസികൾക്കും പ്രബോധകർക്കും ഇതേ രൂപത്തിൽ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ആ സന്ദർഭത്തിൽ നമുക്കുള്ള മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിത്തന്ന മാതൃക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് കൈ ഉയർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ്, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, പ്രാർത്ഥന വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധാണെന്ന് റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. ശത്രുക്കൾക്കെതിരെ നമുക്ക് പ്രയോഗിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം അത് തോക്കോ അല്ലെങ്കിൽ ഇതേ രൂപത്തിലുള്ള ഭീകര അതൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം, അവർക്ക് ഒരിക്കലും തകർക്കപ്പെടാൻ സാധിക്കാത്ത നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം എന്നുള്ളത് ദുആ ആണ്, പ്രാർത്ഥനയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കപ്പെട്ട ആ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തെടുക്കുന്നത്. റസൂലുള്ളാഹിന്റെ ആ വാക്കുകൾ, ഇലാമൻ തെക്കുലിനി, ഓ റബ്ബേ, എന്നെ ആർക്കാണ് നീ വിട്ടുകൊടുക്കാൻ പോകുന്നത്? അതിനുശേഷം റസൂലുള്ളാഹി പറയുന്നുണ്ട് ആ പ്രാർത്ഥന, ഞാൻ നേരത്തെ അതിന്റെ ന്യൂക്ലിയസ് എന്ന് സൂചിപ്പിച്ച ആ ഭാഗം, ഇല്ലം യക്കുൻ ബിക ഗളബുൻ അലയ്യ ഫലാ ഉബാലി, നീ കോപിക്കുന്നില്ലെങ്കിൽ, അതായത് ഈ ഒരു സാഹചര്യത്തിലൂടെയെല്ലാം ഞാൻ കടന്നു പോകുന്നുണ്ട്, പക്ഷേ നിന്റെ കോപം എന്റെ മീതെ ഇല്ലെങ്കിൽ എനിക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല. കാരണം ഇപ്പൊ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം മനസ്സിലാക്കുക, വിശ്വാസികൾക്ക് കഠിനമായിട്ടുള്ള സാഹചര്യങ്ങൾ നേരിടേണ്ടി വരിക രണ്ട് കാരണത്താലാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കോപം മീതം അദാബായിട്ട് കടന്നു വരും. അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന പരീക്ഷണമായിരിക്കും. ആ പരീക്ഷണം നൽകുന്നത് തീർച്ചയായിട്ടും അവരുടെ പദവി ഉയർത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒരു നിമിഷത്തിൽ റസൂലുള്ളാഹിനെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് ശരീരത്തിലേറ്റ മുറിവുകളോ അവര് മനസ്സിനെ വ്രണപ്പെടുത്തുന്ന രൂപത്തിലുള്ള അവരുടെ സംസാരങ്ങളോ ഒന്നുമല്ല. അതിനേക്കാൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിർത്തി പിടിച്ചു പറ്റുന്ന വല്ലതും വല്ല വീഴ്ചയും തന്നിൽ നിന്നും വന്നു പോകുന്നുണ്ടോ എന്നുള്ള ഭയാണ്. അതുമൂലാണോ ഇതെല്ലാം സംഭവിക്കുന്നതെന്നുള്ള റസൂലുള്ളാഹിന്റെ ആദി. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫലാ ഉബാലി. ഇത് കേവലം പരീക്ഷണമാണെങ്കിൽ തീർച്ചയായിട്ടും റസൂലുള്ളാഹി, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം കാരണമല്ല ഇത് ഭവിക്കുന്നതെങ്കിൽ ഫലാ ഉബാലി, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്ക്, എത്ര മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അതിനുശേഷം ആ പ്രാർത്ഥനയുടെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവും അതേപോലെ തന്നെ ശക്തിയും അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ആ ഒരു പദത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ കൻസുമിൻ കനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധി എന്നെല്ലാം സൂചിപ്പിക്കപ്പെട്ട ആ പദം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ആ പദങ്ങളിലൂടെയാണ് ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. ആ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹി ഓടി ഒരു ബുസ്താൻ, ഒരു തോട്ടത്തിനരികെ വെച്ചുകൊണ്ട് അവിടെ ഒരു മരത്തിനടിയിൽ ഇരുന്നു കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. മനോഹരാണ്. മറ്റൊരു കാര്യം, സമാനമായിട്ട് ഇപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലും സ്വന്തം ജനത പുറത്താക്കി മദീനിലെത്തിയ സന്ദർഭത്തിൽ മദീനിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി നിസ്സഹായ അവസ്ഥയിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയത്തിൽ കാണാൻ സാധിക്കും, ഒരു മരത്തിന്റെ തണിലേക്ക് ഇരുന്ന് റബ്ബി ഇന്നി ലിമാ അൻസൽതു ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ, സൂറത്തുൽ ഖസസിന്റെ 24-ാമത്തെ വചനം. അവിടെ വെച്ചുകൊണ്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൈയുയർത്തുന്നുണ്ട്. സമാനമായിട്ടുള്ള സാഹചര്യം. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോട്ടത്തിന് സമീപത്താണ് ഇരിക്കുന്നത്. ആ ഇരിക്കുന്ന തോട്ടം ഒരു ഖുറൈശി പ്രമാണിയുടെ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, മക്കയിലുള്ള പല ഖുറൈശി പ്രമാണിമാർക്കും ത്വായിഫിൽ അവർക്ക് തോട്ടവും വീടെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി ആ സന്ദർഭത്തിൽ ഇരിക്കുന്ന ആ തോട്ടം മക്കയിലുള്ള ഒരു വലിയ ഖുറൈശി പ്രമാണിയുടെ തോട്ടമായിരുന്നു. ആ തോട്ടം മക്കയിലുള്ള ഉത്ബയുടെയും ഉത്ബത്തുബ്നു റബീഅ, ഷൈബത്ത് ബിൻ റബീഅ, നേരത്തെ ഞാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം എതിർത്ത പ്രവാചകന്റെ 2 ശത്രുക്കളാണ്. അവരുടേതാണ് തോട്ടം. ആ സന്ദർഭത്തിൽ അവർ ആ തോട്ടത്തിലുണ്ടായിരുന്നു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ നിന്നും ആ ഏറെല്ലാം ഏറ്റുവാങ്ങി ഓടി വരുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്നതും അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതെല്ലാം ആ തോട്ടത്തിൽ നിന്നും രഹസ്യമായിട്ട് ഉത്ബയും ഷൈബയും അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ഖുറൈശിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നാട്ടുകാരനാണ്. അപ്പൊ ശത്രുവാണെങ്കിലും റസൂലുള്ളാഹിന്റെ അവസ്ഥയിൽ ശത്രുവിന് പോലും ആ മനസ്സ് വേദനിക്കുകയാണ്. കഠിന ശത്രുവായിട്ടുള്ള അവർക്ക് പോലും റസൂലുള്ളാഹിന്റെ ആ ഒരു അവസ്ഥയിൽ അവർക്ക് വേദന തോന്നുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഗോത്രം ഒന്നുമില്ലെങ്കിൽ അവരുടെ ആ ഗോത്രം ഹമിയത്തുൽ ജാഹിലിയ, ആ ഒരു അവസ്ഥയിൽ അവര്, അതായത് ത്വായിഫിലുള്ള സഖീഫ് ഗോത്രക്കാർ കൂടെയാണ് ഉപദ്രവിച്ചിട്ടുള്ളത്. അവരുടെ മനസ്സലിയാണ്. അവരുടനെ തന്നെ തങ്ങളുടെ, അതായത് ആ തോട്ടത്തിനെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ക്രൈസ്തവനായിട്ടുള്ള ഒരു അടിമ, ആ ഒരു തോട്ടം പണിക്കാരനുണ്ട്, അദ്ദേഹത്തെ വിളിച്ച്, അദ്ദേഹത്തിന്റെ പേര് ചരിത്ര ഗ്രന്ഥങ്ങൾക്ക് അദ്ദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ആ ദൂരെ ഇരിക്കുന്ന ആ വ്യക്തിക്ക് നീ കൊണ്ടുപോയിട്ട് ഈ ഭക്ഷണം കൊടുക്കണം. അതിനുശേഷം അവരൊരു കിണ്ണത്തിൽ, ഒരു പാത്രത്തിൽ നിരവധി മുന്തിരി പറിച്ചുകൊണ്ട് ആ പാത്രത്തിൽ ഇട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആ ഇരിക്കുന്ന വ്യക്തിക്ക് അത് കൊണ്ടുപോയി കൊടുക്കണം. അദ്ദാസ് ആ പാത്രവുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. റസൂലുള്ളാഹിന്റെ അടുത്തെത്തിയ സന്ദർഭത്തിൽ അദ്ദാസ് തന്റെ യജമാന്മാരെ ഏൽപ്പിച്ച ആ മുന്തിരി പാത്രം റസൂലുള്ളാഹിന്റെ നേരെ നീട്ടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സന്തോഷത്തോടു കൂടെ അത് സ്വീകരിച്ചു. ചിന്തിച്ചു നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൈ ഉയർത്തി പ്രാർത്ഥിച്ച ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സഹായം, ആദ്യം വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലും ആ മദിയൻ താഴ്വരയിൽ നിസ്സഹായ അവസ്ഥയിൽ ആ മരത്തണലിൽ ഇരുന്നു കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൈ ഉയർത്തിയ ഉടനെ തന്നെ ഫജാഅത്ത് ഇഹ്ദാഹുമാ തംശി അലാ ഇസ്തഹിയ, സൂറത്തുൽ ഖസസ്, ഒരു സ്ത്രീ ആ സഹായ ഹസ്തവുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ മുന്തിരിപാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച സന്ദർഭത്തിൽ അദ്ദാസ് ഇങ്ങനെ കൗതുകത്തോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി അടുത്ത് നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി അതിൽ നിന്നും ഒരു മുന്തിരി എടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തന്റെ വായിലേക്ക് ഇട്ടു. അത് കണ്ട ഉടനത്തെ നമ്പരപ്പോടുകൂടെ അദ്ദാസ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വല്ലാഹി ഇന്ന ഹാദൽ കലാം മാ യഖൂലു അഹ്ലി ഹാദിഹിൽ ബിലാദ്, വല്ലാഹി താങ്കൾ ഇപ്പൊ പറഞ്ഞ താങ്കൾ ആ ഉരുവിട്ട പദങ്ങള് ഈ നാട്ടുകാരായിട്ടുള്ള ഒരാളും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. താങ്കളുടെ വായിൽ താങ്കൾ ഇപ്പോൾ ഉരുവിട്ട ആ പദം, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് താങ്കൾ പറഞ്ഞ ആ പദം ഈ നാട്ടുകാരെങ്കിലും ഉരുവിടുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ സംസാരം വളരെ കൃത്യമായിട്ട് കാണിച്ചിരുന്ന ഒരു കാര്യം, അദ്ദേഹം ആ നാട്ടുകാരനല്ലെന്ന സംസാരം പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ പോലെ തന്നെ ആ പ്രതീക്ഷിക്കുന്ന ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ചോദിച്ചു, അയ്യുൽ ബിലാദ് അൻത യാ അദ്ദാസ് വമാ ദീനുക്,
അദ്ദാസ്, നീ ഏത് നാട്ടുകാരനാണ്, ഏതാണ് നിന്റെ മതം? സുബ്ഹാനല്ലാഹ്, നമ്മൾ പോസ് ചെയ്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സന്ദർഭത്തിലും ഈ രൂപത്തിൽ ഒരാളോട് സംസാരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്നദ്ധാകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായിട്ട്, ശാരീരികവും മാനസികവുമായിട്ട് അത്യധികം പ്രയാസം അനുഭവിക്കുന്ന ആ സന്ദർഭത്തിൽ പോലും ഇത്ര കാഷ്വലായിട്ട്, വളരെ മാന്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് കുശലം പറയാണ്. റസൂലുള്ളാഹിന്റെ ഉന്നതമായിട്ടുള്ള ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയപ്പെട്ട ആ ഏറ്റവും ഉദാത്തമായിട്ടുള്ള സ്വഭാവ മാതൃക ഇതെല്ലാം പിടിച്ചോതുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മൾ അതേ സാഹചര്യത്തിൽ ജീവിതത്തിൽ ഒരു ചെറിയ പ്രയാസം വരുന്ന സന്ദർഭത്തിൽ നമ്മളെല്ലാം ഏത് രൂപത്തിലാണ് പ്രതികരിക്കുക? അദ്ദാസിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ ഏത് നാട്ടുകാരനാണ്? ഉടനെ തന്നെ അദ്ദാസ് മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നീനവക്കാരനായിട്ടുള്ള ക്രൈസ്തവനാണ്. നീനവ എന്നുള്ളത് അങ്ങ് അറേബ്യക്കപ്പുറം ഇറാഖിലുള്ള ഒരു പട്ടണമാണ്. അവിടെയുള്ള ഒരു ക്രൈസ്തവനാണ് ഞാനെന്ന് അദ്ദാസ് മറുപടി പറഞ്ഞു. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഓ നീനവ മിൻ ഖറിയത്തി റജുലുൻ സാലിഹ് യൂനുസ് ബിൻ മത്ത, നല്ല മനുഷ്യനായിട്ടുള്ള പുണ്യപുരുഷനായിട്ടുള്ള യൂനുസ് ബിൻ മത്ത, അതായത് യോനാ പ്രവാചകൻ, മത്തായിയുടെ മകൻ യോന, ബൈബിളിൽ അല്ലെ ജോനാ പ്രവാചകന്റെ നാട്ടുകാരനാണോ നീ? അത് കേട്ട സന്ദർഭത്തിൽ അദ്ദാസ് അദ്ദേഹം അത്ഭുതത്തോടു കൂടെ ചോദിച്ചു, ഫഖാല ലഹു അദ്ദാസ് വമാ യുദ്രീക മാ യൂനുസ് ബിൻ മത്ത, യൂനുസിനെ താങ്കൾക്ക് എങ്ങനെയാണ് അറിയാം? അറേബ്യയിലുള്ള ഒരാള് അങ്ങ് ഇറാഖിലെ നഗരത്തിലേക്ക് വന്ന ഒരു പ്രവാചകനെ കുറിച്ച് ഒരാൾക്കും അറിയാത്ത വിവരം ഇവിടെ നിന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു കേൾക്കുകയാണ്. അത്ഭുതത്തോടു കൂടെ ചോദിക്കുകയാണ്, എങ്ങനെയാണ് താങ്കൾക്ക് യൂനുസ് ബിൻ മത്തയെ അറിയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക അഖി കാന നബിയ്യൻ വ അന നബി, അദ്ദേഹം എൻ്റെ സഹോദരനാണ്, അദ്ദേഹം നബിയാണ്, അദ്ദേഹം പ്രവാചകനാണ്, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ഞാൻ. സുബ്ഹാനല്ലാഹ്. ആ ഉദ്ധരണിയുടെ അവസാനത്തിൽ ഫഅസ്ലമ അദ്ദാസ്, അത് കേട്ടതോടുകൂടി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. കാരണം അദ്ദാസ് ഉടനെ തന്നെ വിശ്വസിക്കുകയാണ്. കാരണം ഈ രൂപത്തിലൊരു പ്രവാചകൻ, ആ പ്രവാചകനെ സംബന്ധിച്ച് പറയാൻ തീർച്ചയായിട്ടും അത് പുറത്തുനിന്നുള്ളൊരു വെളിപാടുള്ള ഒരാൾക്ക് മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ. അദ്ദാസ് മുസ്ലിമായെന്ന് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദങ്ങളിലും നെറ്റിയിലെല്ലാം അദ്ദാസ് ചുംബിച്ചു. അതെല്ലാം കണ്ട് ആ തോട്ടത്തിൽ ദൂരെ ഉത്ബയും ഷെയ്ബയും, അവരാണ് പറഞ്ഞയച്ചത് മുന്തിരിയായിട്ട്, അവർ ഈ രംഗങ്ങളെല്ലാം കണ്ട് അത്ഭുതത്തോടു കൂടെ നിൽക്കുകയാണ്. അദ്ദാസ് ഇതേ രൂപത്തിൽ റസൂലുള്ളാഹിനെ ചുംബിക്കുന്ന ആ ഒരു രംഗം കണ്ട സന്ദർഭത്തിൽ ഉത്ബ അദ്ദേഹം ഷെയ്ബയോട് പറഞ്ഞു, ഓ നിന്റെ ഭൃത്യനും പിഴച്ചുപോയി, ആ പറഞ്ഞയച്ച നിന്റെ ഭൃത്യനും അവസാനം പിഴച്ചു പോയല്ലോ. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയതിനു ശേഷം അദ്ദാസ് തിരിച്ചു വന്ന ഉടനെ തന്നെ ആ യജമാനന്മാർ അവർ കോപത്തോടു കൂടെ ചോദിച്ചു, വൈഹക് യാ ഹദ്ദാസ്, അദ്ദാസ് നിനക്ക് നാശം, നീ എന്താണ് അവിടെ പോയി കാണിച്ചത്? നിന്നെ ഏൽപ്പിച്ച പണി നിനക്ക് ചെയ്തു പോന്നാ പോരാ, മുന്തിരി കൊടുത്ത് പോന്നാ പോരാ, നീ എന്തിനാണ് അദ്ദേഹത്തിന്റെ നെറ്റിയിലും കാൽപാദങ്ങളിലെല്ലാം ചുംബിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദാസ് പറഞ്ഞു, ഓ യജമാനന്മാരെ, നിങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ ഭൂമിയിൽ അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ള ഒരു മനുഷ്യനില്ല. കാരണം ഒരു പ്രവാചകന് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. ഉടനെ തന്നെ അവർക്ക് മനസ്സിലായി, അവർ കരുതിയതുപോലെ തന്നെ അദ്ദേഹം പിഴച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, അദ്ദാസ് നീ പിഴച്ച് ഞങ്ങളൊരു കാര്യം പറഞ്ഞുതരാം, നീ പിന്തുടരുന്ന നിന്റെ മതം ക്രിസ്തു മതം, അതാണ് ഏറ്റവും നല്ല മതം, അത് നീ വെറുതെ ഉപേക്ഷിക്കേണ്ടതില്ല. മുഹമ്മദ് ജാലബിത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ രൂപത്തിൽ പലതും അവർ അദ്ദാസിനോട് പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അവരുടെ ഉപദേശമൊന്നും അദ്ദാസ് സ്വീകരിച്ചില്ല. കാരണം അത്രയേറെ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു എന്നുള്ള. പിന്നീട് നമ്മൾ അദ്ദാസിന്റെ ചരിത്രം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അദ്ദാസിനെ ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഈ യജമാന ഉത്ബയും ഷെയ്ബയും അദ്ദേഹത്തെ ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ നിർബന്ധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഖുറൈശികൾ ആ സന്ദർഭത്തിൽ പലരെയും നിർബന്ധപൂർവ്വമാണ് ബദർ യുദ്ധത്തിന് കൊണ്ടുവന്നത്. അദ്ദേഹം യജമാനന്മാരുടെ ആ ക്ഷണം നിരസിച്ചു എന്നുള്ള. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, നിങ്ങൾ യുദ്ധത്തിന് പോകുന്നത് അന്ന് ഞാൻ കണ്ട ആ മനുഷ്യനുമായിട്ടാണെങ്കിൽ ഇവിടെയുള്ള പർവ്വതങ്ങൾക്ക് പോലും അദ്ദേഹത്തെ ഒരു ഉപദ്രവം അദ്ദേഹത്തിന് ഏർപ്പെടുത്താൻ കഴിയില്ല, അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹവുമായിട്ട് പോരടിക്കാൻ ഞാൻ വരില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം യജമാന്മാരുടെ ക്ഷണം നിരസിച്ചുകൊണ്ട് അവിടെ നിന്നു. പക്ഷേ നമുക്കറിയാം, ബദർ യുദ്ധത്തിൽ ഈ ഉത്ബയും ഷെയ്ബയും അവർ ബദർ യുദ്ധത്തിൽ അവിടെ വെച്ചുകൊണ്ട് മരണപ്പെടുകയും ചെയ്തു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഇതാണ് അദ്ദാസുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെട്ട കഥ. അതിമനോഹരമായിട്ട് ഈ ഒരു കഥ നമ്മൾ ഇനിയുള്ള മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ചില മനോഹരമായിട്ടുള്ള ചില പാഠങ്ങൾ ഈ ഒരു സംഭവം നമുക്ക് നൽകുന്നുണ്ട്. ഒന്നാമതായിട്ട് നേരത്തെ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം എത്തിക്കുകയാണ്. ആദ്യം ശാരീരികമായിട്ടുള്ള ക്ഷീണം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റാനുള്ള, ആ വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം ശത്രുവിന്റെ കരങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുകയാണ്. ശേഷം അദ്ദാസ് അവിടെ വരുന്ന അദ്ദാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും നിർണായകമായിട്ടുള്ള സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദാസ് ഉണർത്തുന്നത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചാണ്. അതിമനോഹരാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു,
പ്രവാചകന്മാർക്ക് തങ്ങളുടെ കഠിനമായിട്ടുള്ള പ്രതിസന്ധി വേളകളിലെല്ലാം മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിലൂടെ നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്ക കാലഘട്ടത്തിലാണ് മുൻകാല പ്രവാചകന്മാരുടെ ഒരുവിധം ചരിത്രം എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ആ ഒരു നിർണായക വേളയിൽ അദ്ദാസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സ്മരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്മരിപ്പിക്കുകയാണ്. കാരണം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നുപോയ അതേ സാഹചര്യത്തിലൂടെയാണ് ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം സമുദായം അവിശ്വാസം നിമിത്തം, അല്ലെങ്കിൽ ആ സ്വന്തം സമുദായത്തിന്റെ അവിശ്വാസം കാരണം അവസാനം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ഉപേക്ഷിച്ചുകൊണ്ട് പോവാൻ. ആ പോകുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, ആ സംഭവം നമുക്കറിയാം. ആ പോകുന്ന സന്ദർഭത്തിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ചുകൊണ്ട് ആ കടലിൽ അകപ്പെട്ടു. അതിനുശേഷം കടലിൽ അകപ്പെട്ട് ഒരു മത്സ്യം വന്ന് വിഴുങ്ങി. അതിനുശേഷം ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വന്ന പിഴവ് അദ്ദേഹത്തിന് മനസ്സിലായി. അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, മനോഹരമായിട്ടുള്ള പ്രാർത്ഥന ആ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചുകൊണ്ട് യോനാ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവസാനം ആ മത്സ്യം കൊണ്ട് ഉപേക്ഷിച്ച് അദ്ദേഹം തന്റെ സമൂഹത്തിലേക്ക് തിരിച്ചു നടന്ന സന്ദർഭത്തിൽ ആ സമൂഹം മുഴുവനും വിശ്വാസികളായിരുന്നു. അതാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തീർച്ചയായിട്ടും ആ സാഹചര്യത്തിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് നിരവധി പാഠങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാനമായിട്ട് ഇതേ രൂപത്തിൽ ആ സമൂഹം പിന്തള്ളിയിരിക്കുന്നു. പക്ഷേ തീർച്ചയായിട്ടും നിന്നെ നിഷേധിക്കപ്പെട്ട ആളുകൾ നാളെ നിന്നെ കൈനീട്ടി സ്വീകരിക്കും. നാളെ അവർ കൈനീട്ടി സ്വീകരിക്കും. നീ എല്ലാത്തിനെയും അതിജയിക്കുന്ന, അല്ലെങ്കിൽ അവരെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ധന്യമായിട്ടുള്ള ഒരു മുഹൂർത്തം നാളെ പുലരുമെന്നുള്ള പ്രതീക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലൂടെ ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ മറ്റൊരു മനോഹരമായിട്ടുള്ള പാഠം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പോലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള വാക്ക് ഉരുവിട്ടുകൊണ്ടാണ് റസൂലുള്ളാഹി ഭക്ഷണം കഴിക്കുന്നത്. ചിന്തിച്ചോ, ആ ഒരൊറ്റ പദാണ് അദ്ദാസിനെ ഇസ്ലാമിലേക്ക് എത്തിച്ചത്. അതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ഏതൊരു കഠിന സാഹചര്യത്തിലും ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്നത് അത് ഗുണം മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരൂ എന്നുള്ള നിരവധി സംഭവങ്ങൾ സമാനമായിട്ട് കാണാൻ സാധിക്കും. ഒരു സലാം കാരണം ഒരാള് നിരന്തരം അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ആ സലാം പറയുന്നത് കാരണം, ആ സലാം എന്താണെന്ന് ചോദിച്ചു, പിന്നെ ആ സലാം കാരണം ഒരു കുടുംബം മുഴുവൻ ഇസ്ലാമിലേക്ക് വന്ന നിരവധി അനുഭവ ചരിത്രങ്ങളെല്ലാം കാണാൻ സാധിക്കും. അപ്പൊ ഏത് സന്ദർഭത്തിലാണ്, എന്ത് കാരണമാണ് ഒരാൾക്ക് ഹിദായത്ത് നൽകുന്നതെന്ന് നമുക്കറിയില്ല. എല്ലാ സന്ദർഭത്തിലും ഏതൊരു കഠിന സാഹചര്യത്തിലും ഇസ്ലാമിനെ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ മറ്റൊരു മനോഹരമായിട്ടുള്ള പാഠം, അദ്ദാസ് ഞാൻ പറഞ്ഞ മക്കക്കാരനല്ല, അദ്ദേഹം ത്വായിഫുകാരനല്ല, അദ്ദേഹം അറേബ്യക്ക് അങ്ങകിലെ ഇറാഖിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദാസ് ഇസ്ലാം സ്വീകരിക്കുക വഴി സ്വന്തം നാട്ടുകാര് അതെ എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ പറഞ്ഞയച്ച യജമാനന്മാരടക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ നിന്ദിക്കുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്. വളരെ സിംബോളിക്കായിട്ട്, ഓ പ്രവാചകരെ, നിങ്ങളെ സ്വന്തം നാട്ടുകാർ നിങ്ങളെ തിരസ്കരിച്ചാലും, സ്വന്തം നാട്ടുകാർ നിങ്ങളെ അവിശ്വസിച്ചാലും, ലോകത്തിന്റെ ഇതര ഭാഗത്തുള്ള ആളുകൾ ഈ സത്യം മനസ്സിലാക്കി അവർ കടന്നു വരുമെന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു സിംബോളിക്, ഒരു പ്രതീകാത്മകമായിട്ട് അദ്ദാസിന്റെ ഇസ്ലാം സ്വീകരണം അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. തീർച്ചയായിട്ടും ഈ സത്യം ലോകത്തുടനീളം പ്രചരിപ്പിക്കപ്പെടും. ആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം, തീർച്ചയായിട്ടും അവർ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തുള്ള ആളുകൾ ഈ സത്യത്തിലേക്ക് കടന്നു വരുമെന്നുള്ള. നമുക്കറിയാം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ പിന്നീട് ഇറാഖ് ഇസ്ലാമിന്റെ അധീനതയിലേക്ക് വരികയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഈ രൂപത്തിലുള്ള ഒരു നിരവധി പാഠങ്ങളും അദ്ദാസിന്റെ ആ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള. അപ്പൊ അദ്ദാസ് അവിടെ വെച്ചുകൊണ്ട് തിരികെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ച് അവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് സ്വഹീൽ ബുഖാരിയിലുള്ള ഹദീസ് തുടരുകയാണ്. സ്വഹീൽ ബുഖാരിയുള്ള ഹദീസിൽ ആ സന്ദർഭത്തിൽ ആകാശത്തൊരു വലിയ മേഘക്കൂട്ടം പ്രത്യക്ഷപ്പെടുകയാണ്. ആ മേഘക്കൂട്ടം പ്രത്യക്ഷപ്പെടുക മാത്രമല്ല, അത് ആ കൊടുംചൂടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തണൽ നൽകുകയും ചെയ്തു. സ്വഹീൽ ബുഖാരിയുള്ള ഹദീസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മേഘങ്ങൾ തണൽ നൽകിയ നിരവധി സംഭവങ്ങൾ നേരത്തെയും ബഹീറയുമായിട്ട് ബന്ധപ്പെട്ട് നുബുവത്തിന് മുമ്പുള്ള നിരവധി സംഭവങ്ങളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തലക്ക് മീതെ വലിയൊരു മേഘക്കൂട്ടം പ്രത്യക്ഷപ്പെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തി ആ മേഘത്തിലേക്ക് നോക്കി. ഫനദറത് ഫഇദാ ഫീഹാ ജിബ്രീൽ, അതിലേക്ക് നോക്കിയ സന്ദർഭത്തിൽ ആ മേഘത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഫനാദാനി ഫഖാല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് സമിഅ ഖൗല ഖൗമിക ലക, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളുടെ നാട്ടുകാരോട് പറഞ്ഞതും അവരുടെ മറുപടി അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടിട്ടുണ്ട്. താങ്കളുടെ ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടിട്ടുണ്ട്. അത് കാരണം ഫഖദ് ബഅസല്ലാഹു ഇലൈക മലക്കൽ ജിബാൽ,
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന കേട്ടത് കാരണം എന്നെ താങ്കളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഞാൻ മാത്രമല്ല വന്നത്, എന്റെ കൂടെ ഈ ഒരു സന്ദർഭത്തിൽ മലക്കുൽ ജിബാൽ, പർവ്വതങ്ങൾ, ഭൂമിയിലുള്ള പർവ്വതങ്ങളുടെ ചുമതല വഹിക്കുന്ന ആ മാലാഖയും എന്റെ സമീപത്തുണ്ട്. ലിതഅ്മുറുഹു ബിമാ ശിഅ്ത ഫീഹിം, താങ്കൾക്ക് എന്താണോ അവരെ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് കൽപ്പിച്ചാൽ മാത്രം മതി, അത് തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യുമെന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റക്കല്ല, കൂടെ പർവ്വതങ്ങളുടെ ചുമതലയുള്ള മാലാഖയും ജിബ്രീലിന്റെ സമീപത്തുണ്ട്. അപ്പൊ അത് പറഞ്ഞ ഉടനെ തന്നെ ആ മാലാഖ, അതായത് പർവ്വതങ്ങളുടെ ചുമതലയുള്ള മാലാഖ, ഫസല്ലമ അലയ്യ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം സലാം ചൊല്ലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി. അതിനുശേഷം സുമ്മ ഖാല യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനുശേഷം ആ മലക്കുൽ ജിബാൽ റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ മുഹമ്മദ് ഇൻ ശിഅ്ത അൻ അത്ബിഖ അലൈഹിം അൽ അഖ്ശബൈൻ, ഓ പ്രവാചകരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പക്ഷം മക്കക്കും ത്വാഇഫിനും ഇടയിലുള്ള ഈ രണ്ട് പർവ്വതങ്ങൾ അവർക്ക് മീതെ, അതായത് അവർക്ക് മീതെ, താങ്കൾ ഈ രൂപത്തിൽ നിഷേധിക്കപ്പെട്ട, ആട്ടിയോടിക്കപ്പെട്ട ആ ജനതക്ക് മീതെ അവരെ മുഴുവൻ തകർത്തെറിയും വിധം ഈ രണ്ട് മലകളെ ഞാൻ കൂട്ടിയിടിപ്പിച്ച് അവരെ മുഴുവൻ നശിപ്പിക്കാം. ജസ്റ്റ് ഒരു ഓർഡർ മാത്രം മതി. സുബ്ഹാനല്ലാഹ്. മലക്കുൽ ജിബാലിന്റെ ആ സംസാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുല്ലിൽ ആലമീനായിട്ടുള്ള ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, അത് വേണ്ട. ബൽ അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മയഅ്ബുദുല്ലാഹ വഹ്ദഹു ലാ യുശ്രികു ബിഹി ശൈഅ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു വിഭാഗം അവരുടെ സന്താന പരമ്പരയിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവരെ നശിപ്പിക്കേണ്ടതില്ല. അവർ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു ജനത ഇതേ രൂപത്തിൽ ധിക്കാരം കാണിച്ചാലും ഒരുപക്ഷെ അവരുടെ അടുത്ത തലമുറ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്ന ഒരു ജനതയായിട്ട് മാറിയേക്കാം. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചോക്ക, ദിവസങ്ങൾക്ക് മുമ്പ് അവർ പറയപ്പെട്ട അപമാനിക്കുന്ന വാക്കുകൾ, അത് തീർച്ചയായിട്ടും റസൂലുള്ളാഹിന്റെ കാതുകളിലുണ്ട്. അവരെ എറിഞ്ഞ കല്ലുകൾ കാരണം ആ ശരീരത്തിലേറ്റ മുറിവുകൾ, ആ മുറിവുകൾ ഈ സന്ദർഭത്തിലും ഉണങ്ങിയിട്ടില്ല. ആ സന്ദർഭത്തിലാണ് മാലാഖ വന്നിട്ട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. ഏതെങ്കിലും ഒരാൾ പ്രബോധനത്തിന്റെ പേരിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലത്തുടനീളം പിന്നീട് അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കാൻ പോകാറില്ല. കഴിയുന്ന രൂപത്തിലെല്ലാം അദ്ദേഹത്തെ നമ്മൾ ഉപദ്രവിക്കും. അയാളിരിക്കുന്ന ഒരു വേദി പോലും പങ്കിടാൻ കഴിയാത്ത വിധം അത്രയേറെ നമ്മൾ മാനസികമായിട്ട് അവരെ അകറ്റുകയാണ്. റഹ്മത്തുല്ലിൽ ആലമീനായിട്ടുള്ള ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മീതെ കാണിക്കുന്ന ക്ഷമ, അവരുടെ മീതെ കാണിക്കുന്ന പ്രതീക്ഷ, അവര് നന്നാകില്ലെങ്കിലും മറ്റൊരു തലമുറ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കപ്പെടുന്നവരായിട്ട് വന്നേക്കാം. അവരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ഇതല്ല കാരുണ്യെങ്കിൽ പിന്നെ എന്താണ് കാരുണ്യം? ചിന്തിച്ചു നോക്കുക. തന്നോട് ശത്രുത കാണിച്ചവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ആ കാരുണ്യം, മാതൃകയില്ലാത്ത കാരുണ്യം. സുബ്ഹാനല്ലാഹ്. അവരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർപ്പിച്ച റസൂലുള്ളാഹിന്റെ പ്രതീക്ഷ ഖിയാമത്ത് നാൾ വരെ ഏതൊരു ദാഇക്കും ഏതൊരു പ്രബോധകനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവം നൽകുന്ന പാഠം, മാതൃക എത്രയാണ്! ഉദാത്തമായിട്ടുള്ള സ്വഭാവത്തിലൂടെ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഴ്ത്തൽ. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അയക്കപ്പെട്ട പ്രവാചകൻ. അപ്പൊ നമ്മുടെ ദുരന്തങ്ങൾ നമ്മുടെ ക്ഷമക്കുള്ള പരീക്ഷണമാണെങ്കിൽ ഏറ്റവും ഉദാത്തമായിട്ടുള്ള സ്വഭാവത്തിനും ഒരു പരീക്ഷണമുണ്ട്. സ്വഭാവത്തിനുള്ള പരീക്ഷണം എന്താന്ന് വെച്ചാൽ, നമ്മളോട് ഏറ്റവും മോശമായിട്ട് പ്രതികരിക്കുന്നവരോട്, പെരുമാറുന്ന ആളുകളോട് നമ്മൾ തിരിച്ചെങ്ങനെ പെരുമാറും, അതാണ് സ്വഭാവത്തിനുള്ള ടെസ്റ്റ്. സുബ്ഹാനല്ലാഹ്. നമ്മളോട് നല്ല സ്വഭാവം കാണിക്കുന്ന ആളുകളോട് തിരിച്ച് നല്ല സ്വഭാവം കാണിക്കാൻ യാതൊരു പ്രയാസമില്ല. പക്ഷേ നമ്മോട് മോശമായിട്ട് പെരുമാറുന്ന ആളുകളോട് നല്ല സ്വഭാവത്തിൽ തിരിച്ചു പെരുമാറാനുള്ള അതാണ് ഏറ്റവും ഉദാത്തമായിട്ടുള്ള സ്വഭാവം. അത് ഏറ്റവും വലിയൊരു ചലഞ്ചാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ ജീവിതം അത്യത്ഭുതം എന്താന്ന് വെച്ചാൽ, റസൂലുള്ളാഹിന്റെ സ്വഭാവം ഏറ്റവും കൂടുതൽ വെട്ടിത്തിളങ്ങുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ്. റസൂലുള്ളാഹിന്റെ സ്വഭാവം ഏറ്റവും കൂടുതൽ വെട്ടിത്തിളങ്ങുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ്. റസൂലുള്ളാഹിനെ ഉപദ്രവിച്ച ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മാപ്പ്. സുബ്ഹാനല്ലാഹ്. ലഖദ് ഖാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായിട്ടും ആ പ്രവാചകനിൽ നമുക്കെല്ലാം ഉത്തമമായിട്ടുള്ള മാതൃകയുണ്ട്. അടുത്ത തലമുറയുള്ള ആളുകളെങ്കിലും ഇസ്ലാം സ്വീകരിക്കുന്നുള്ള പ്രതീക്ഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക്, മലക്കുൽ ജിബാലിന് ഒരു ഓർഡർ കൊടുത്തിരുന്നെങ്കിൽ ആ ത്വാഇഫ് നഗരം ഇന്നൊരു ചരിത്രം, ഇപ്പൊ മദാഇൻ സ്വാലിഹ് പോലെയുള്ള ഒരു പ്രദേശമായിട്ട് മാറുമായിരുന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷ അർപ്പിക്കുന്നു. റസൂലുള്ളാഹിന്റെ ആ പ്രതീക്ഷ തെറ്റുന്നില്ല. കേവലം 10 വർഷത്തിന് ശേഷം നമുക്കറിയാം മക്ക വിജയത്തിന് ശേഷം നടക്കുന്ന ഹുനൈൻ യുദ്ധം, ആ ഹുനൈൻ യുദ്ധത്തിലൂടെ കൂടെ തന്നെ ഈ ആളുകളെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വരാണ്. ഇന്ന് ത്വായിഫിലേക്ക് നമ്മൾ നോക്കുക, എത്രയെത്ര പള്ളികളാണ്, എത്രത്തോളം വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ എറിഞ്ഞോടിച്ച പ്രദേശം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന ആ പ്രദേശത്ത് പോലും ഇന്ന് എത്രയോ പള്ളികൾ ആ ത്വായിഫിൽ ഉയർത്തപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുന്ന ഒരു വലിയ ജനതയാണ് ത്വായിഫിൽ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം, ആ കാരുണ്യത്തിന്റെ ഫലാണ് ഇന്ന് നമ്മൾ ത്വായിഫിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ത്വായിഫുകാർ റസൂലുള്ളാഹിനെ സ്വീകരിച്ചെങ്കിൽ നമ്മളൊന്ന് തിരിച്ചു ചിന്തിക്കുക. ത്വായിഫുകാരെങ്ങാനും ആ സഖീഫ് ഗോത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചിരുന്നെങ്കിൽ ആ നഗരത്തിന് ഉണ്ടായേക്കുന്ന ബർക്കത്ത് എത്രയായിരിക്കും ചിന്തിച്ചു നോക്കുക. റസൂലുള്ളാഹിനെ അവർ സ്വീകരിച്ചെങ്കിൽ തീർച്ചയായിട്ടും മസ്ജിദ് നബവി ത്വായിഫിലായിരിക്കും ഉയരാൻ പോവുക. സുബ്ഹാനല്ലാഹ്. പിൻകാലഘട്ടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന എന്നറിയപ്പെടുന്ന നഗരം ഇരു കൈയും നീട്ടി അവർ സ്വീകരിച്ചു. അവിടെ നമുക്കറിയാം ഇന്നത്തെ മദീനയും ത്വായിഫും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ, അതായത് ഉണങ്ങിക്കിടക്കുന്ന, ആ കാലത്ത് ഉണങ്ങിക്കിടക്കുന്ന, ഒരാളും അറിയപ്പെടാതെ പോയ ആ ഒരു പട്ടണം, മദീന എന്നറിയപ്പെടുന്ന ആ പട്ടണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുക വഴി ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പട്ടണമായിട്ട് ഉയർത്തപ്പെട്ടു. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്ന ഒരു പട്ടണമായിട്ട് മദീന മാറി. കാരണം റസൂലുള്ളാഹിനെ സ്വീകരിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ ബർക്കത്ത് നോക്കുക. ത്വായിഫ് റസൂലുള്ളാഹിനെ തിരസ്കരിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ മറ്റൊരു മനോഹരമായിട്ടുള്ള പാഠം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് റസൂലുള്ളാഹിന്റെ പ്രതികരണം അതിമനോഹരാണ്. അതായത് റസൂലുള്ളാഹി ആ സന്ദർഭത്തിൽ പോലും വികാരത്തിന്റെ പുറത്ത് പ്രതികരിക്കുന്നില്ല. റസൂലുള്ളാഹി, അതായത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ബെനിഫിറ്റാണ് റസൂലുള്ളാഹി ആ സന്ദർഭത്തിൽ ചിന്തിക്കുന്നത്. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നന്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫോക്കസ് ചെയ്യാണ്. നമ്മളെ പ്രബോധകരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും വലിയൊരു പാടാണ്. ഒരു ചെറിയ ഇസ്ലാമോഫോബിയ വരുന്ന സന്ദർഭത്തിലേക്ക്, ഇസ്ലാമിനെ ഏതെങ്കിലും ഒരാൾ വിമർശിക്കുന്ന സന്ദർഭത്തിലേക്ക് നമ്മൾ അത്യധികം ഭയപ്പെടാണ്. തീർച്ചയായിട്ടും അതിലെല്ലാം ഒരു ഖൈറുണ്ടാകും. ശത്രുക്കൾ ഏത് രൂപത്തിലുള്ള ആയുധങ്ങൾ നമുക്കെതിരെ ഉപയോഗിച്ചാലും അത് ബൂമറാങ് പോലെ നമുക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും കഠിനമായിട്ടുള്ള ആ നെഗറ്റീവ് സാഹചര്യത്തിലും പോസിറ്റീവായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കുകയാണ്. ഏറ്റവും വലിയ മാതൃക ഉസ്വത്തുൻ ഹസന. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ആ ചരിത്രത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആ ത്വായിഫിലുള്ള ആ ദുരനുഭവങ്ങളെല്ലാം ഏറ്റുവാങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. മക്കയിലേക്ക് തിരിച്ചു വരുന്ന വഴിമധ്യ നഖ്ല എന്നറിയപ്പെടുന്ന ഒരു താഴ്വരയിൽ അവിടെ എത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ രാത്രി വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. ആ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവ് പോലെ ചെയ്യുന്നത് പോലെ റസൂലുള്ളാഹി രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റുന്നു. ചിന്തിച്ചു നോക്കുക, മനോഹരമായിട്ട്. അതായത് മരുഭൂമിയുടെ കൊടുന്തണുപ്പിൽ ആ യാത്രയിൽ ശരീരത്തിൽ ആ മുറിവുകളുടെ പാടുകൾ പോലും ഉണങ്ങിയിട്ടില്ല. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് ഫർദ് നമസ്കരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ആ രാത്രി നമസ്കാരത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കുകയാണ്. റസൂലുള്ളാഹി സുന്നത്തായിട്ടുള്ള, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സുന്നത്താക്കപ്പെട്ട നമസ്കാരത്തിന്റെ പോലിൽ ആ ഒരു കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ജാഗ്രത ഫർദിന്റെ കാര്യത്തിൽ പോലും നമ്മൾ കാണിക്കുന്നില്ല എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തുവരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് രാത്രി നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ഉറക്കെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. പരിശുദ്ധ ഖുർആൻ ഉച്ചത്തിൽ പാരായണം ചെയ്ത് റസൂലുള്ളാഹി ആ കൂരിരുട്ടിൽ ആ താഴ്വരയിൽ വെച്ചുകൊണ്ട് ആ കൂരായിരുട്ടിൽ തണുപ്പുള്ള ആ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ. റസൂലുള്ളാഹിന്റെ നമസ്കാരം നമുക്ക് സുദീർഘമായിട്ടുള്ള നമസ്കാരമാണ്. ആ നമസ്കാര സന്ദർഭത്തിൽ അദൃശ്യ ലോകത്തുണ്ടായിട്ടൊരു സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞുതരാണ്. ലോകത്ത് ഒരാൾക്കും അറിയാൻ പറ്റാത്ത, നമ്മുടെ ടെലസ്കോപ്പുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ദൃശ്യങ്ങൾക്കൊന്നും കാണാൻ കഴിയാത്ത അദൃശ്യ ലോകത്തുള്ള ഒരു സംഭവം, ദൃശ്യവും അദൃശ്യവും ഒരുപോലെ അറിയാവുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാത്രി അദൃശ്യ ലോകത്തുണ്ടായ ഒരു സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുതരാൻ. എന്താണെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഉറക്കെ ഓതി നമസ്കരിക്കാൻ ആരംഭിച്ച സന്ദർഭത്തിൽ അവിടെ സംഭവിച്ചത് എന്താണെന്ന് സൂറത്തുൽ അഹ്ഖാഫിന്റെ 29-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഇദ് സ്വറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആന ഫലമ്മാ ഹദറൂഹു ഖാലൂ അൻസിതു. അവർ പറയാണ്, അതായത് റസൂലുള്ളാഹി അവിടെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘം റസൂലുള്ളാഹിന്റെ സമീപത്തുകൂടെ പാസ് ചെയ്തു. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ ഭാഗത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തിരിച്ചുവിട്ടു. അവർ പോകുന്ന വഴിയിൽ
വിചിത്രമായിട്ട് ഒരു ശബ്ദം അവർ കേൾക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ആ മനോഹരമായിട്ടുള്ള ആ പാരായണം പരിശുദ്ധ ഖുർആന്റെ ആ പാരായണം കേട്ട സന്ദർഭത്തിൽ ആ ജിന്നുകളുടെ നേതാവ്, ആ മുന്നിൽ സഞ്ചരിക്കുന്ന ആ ജിന്നിന്റെ തലവും പറഞ്ഞു, അൻസിതു, മിണ്ടാതിരിക്കുക, നിശബ്ദരാകൂ. അതിനുശേഷം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പരിശുദ്ധ ഖുർആൻ മനോഹരമായിട്ടുള്ള പാരായണം മുഴുവനായിട്ട് അവിടെ നിന്ന് കേട്ടു. കേട്ട ഉടനെ തന്നെ അത് സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ആ വന്നത് ജൂത ജിന്നുകളായിരുന്നു. അതായത് അത് അടുത്ത ആയത്ത് നമ്മൾ വായിച്ചാൽ കാണാൻ സാധിക്കും. അവര് ആ കേട്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പാരായണം കേട്ട ഉടനെ തന്നെ ആ സത്യം സ്വീകരിക്കുക മാത്രമല്ല അവര് തിരിച്ചു പോയത് മുസ്ലിം ആയിട്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. താക്കീതുകാരനായിട്ട് അവർ മുഴുവൻ തിരിച്ചുപോയി എന്നുള്ള. അവരുടെ സമൂഹത്തിലേക്ക് ഓരോ ആളുകളും ഒരു ദാഇയായിട്ടാണ് അവർ പിന്നീട് ആ സ്ഥലത്തുനിന്ന് അവർ മടങ്ങുന്നത്. എന്നിട്ട് അവർ ആ സ്വന്തം ജനതയിലേക്ക്, ആ ജിന്നുകളുടെ ജനതയിലേക്ക് പോയിട്ട് അവർ പറഞ്ഞു, ഖാലു യാ ഖൗമന ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി. അവർ പറയാണ് അടുത്ത ആയത്ത്, അവർ തന്റെ ജിന്നുകൾ അവരുടെ സമൂഹത്തിലേക്ക് പോയിട്ട് പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട അതിനു മുമ്പുള്ള മുഴുവൻ വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തുന്ന പരിശുദ്ധ ഖുർആൻ മുഹൈമിനുൻ അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സത്യപ്പെടുത്തുന്ന ഒരു വേദഗ്രന്ഥം ഞങ്ങൾ ഇന്ന് ശ്രവിക്കുകയുണ്ടായി. യഹ്ദി ഇലൽ ഹഖി വ ഇലാ ത്വരീഖിൻ മുസ്തഖീം. അവര് ആ ജനതയെ ആ സത്യത്തിലേക്ക്, നേരായിട്ടുള്ള പാതയിലേക്ക് അവരുടെ സമൂഹത്തെ അവർ ക്ഷണിക്കുകയാണ്. യാ ഖൗമന അജീബു ദാഇയല്ലാഹ്. ആ ഭാഗത്തുള്ള ആയത്ത് നിങ്ങൾ വായിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകുക എന്ന ആ ജിന്ന് അവരുടെ സമൂഹത്തിലേക്ക് പോയിട്ട് ഉപദേശിക്കുകയാണ്. ആ സമൂഹത്തിലുള്ള നിരവധി ആളുകൾ ജിന്നുകളുടെ ആ ക്ഷണം സ്വീകരിച്ചു. നിരവധി ജിന്നുകളായിട്ടുള്ള ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച ഒരു ബാച്ച് ജിന്നുകൾക്കിടയിൽ നിന്ന് ഉണ്ടാവുകയാണ്. മറ്റൊരു മനോഹരമായിട്ടുള്ള കാര്യം, ഒരു അല്പകാലത്തിന് ശേഷം ഈ ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച ആ ബാച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മക്കയിൽ തന്നെ പിന്നീട് അവർ വരുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ കാണാൻ സാധിക്കും, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അൽഖമ റളിയല്ലാഹു അൻഹ അവരോട് ചോദിക്കാണ്, ലൈലത്തുൽ ജിന്നിന്റെ ദിനം നിങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്നോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അൽഖമ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്. ആ സന്ദർഭത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി, അദ്ദേഹം ആ സംഭവം ലൈലത്തുൽ ജിൻ എന്നറിയപ്പെടുന്ന ആ സംഭവം പറഞ്ഞു കൊടുക്കുക. സ്വഹീഹ് മുസ്ലിമിലുള്ള സ്വഹീഹായിട്ടുള്ള ഉദ്ധരണിയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്നത്തെ ദിവസം പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി അപ്രത്യക്ഷനായി. ആ സന്ദർഭത്തിൽ ഞങ്ങൾ റസൂലുള്ളാഹിനെ തെരയാത്ത സ്ഥലമില്ല. ഞങ്ങൾ മലഞ്ചെരുവിലും താഴ്വരയിലും എല്ലാം റസൂലുള്ളാഹിനെ തെരഞ്ഞെടുന്നു. എവിടെയും ഞങ്ങൾക്ക് റസൂലുള്ളാഹിനെ കണ്ടെത്താനായില്ല. ഞങ്ങൾ അങ്ങേയറ്റം ഭയപ്പെട്ടു. ആരെങ്കിലും റസൂലുള്ളാഹിനെ തട്ടിയെടുത്ത് കൊണ്ടുപോയോ, ആരെങ്കിലും വധിച്ചോ, ഇതേ രൂപത്തിലുള്ള പല ചിന്തകളായി ഞങ്ങളുടെ മനസ്സിൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കഴിച്ചുകൂട്ടി ഏറ്റവും പ്രയാസകരമായിട്ടൊരു രാത്രിയായിരുന്നത്. അങ്ങേയറ്റം ഞങ്ങൾ വിഷമിച്ചു. പിന്നീട് ആ രാത്രി നീങ്ങി ഫലമ്മ അസ്ബഹ്ന പ്രഭാതമായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയുടെ ഭാഗത്തുനിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വരികയാണ്. ആ സന്ദർഭത്തിൽ അവർ അത്ഭുതത്തോട് കൂടി ചോദിച്ചു, പ്രവാചകരെ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളെ തരയാത്ത ഒരു സ്ഥലവുമില്ല, നിങ്ങൾ എവിടെയായിരുന്നു കഴിഞ്ഞ രാത്രി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാനി ദാഇൽ ജിന്നി ഫദഹബത് മഅഹു ഫഖറഅതു അലൈഹിമുൽ ഖുർആൻ. ഞാൻ ജിന്നുകളിൽ നിന്നും ഒരു വിഭാഗം എന്നെ തേടി വന്നു. ഞാൻ അവരുടെ കൂടെ പോയി അവർക്ക് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുകയായിരുന്നു. മറ്റൊരു ഉദ്ധരണിയിൽ ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്തു. ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് അവരോട് പറഞ്ഞ സന്ദർഭത്തിൽ അവർ മനോഹരമായിട്ട് പ്രതികരിച്ചതെല്ലാം മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെയും കൂട്ടി റസൂലുള്ളാഹി പോയ സ്ഥലത്തേക്ക് പോയി. അവിടെ പോയ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ആ താഴ്വരയിൽ നിരവധി അവശിഷ്ടങ്ങൾ, അതായത് അവര് പുകച്ച തീയുടെ അടയാളങ്ങൾ പോലും അവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തിന്റെ കറാമത്താണത്. റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളുടെ ലോകം ഒരൽപ്പം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതേ സംഭവത്തിന്റെ മറ്റൊരു രൂപം മുസ്തദറക്കുൽ ഹാക്കിമിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിപ്പോയി എന്നുള്ളതാണ്. ആ ഹദീസിൽ കാണാൻ സാധിക്കും വിചിത്രമായിട്ടുള്ള സംഭവങ്ങൾ. റസൂലുള്ളാഹി ആ താഴ്വരയിൽ എത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി അവിടെ ഒരു വര വരച്ചതിന് ശേഷം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ആ വരയുടെ ഇങ്ങേ അറ്റത്ത് നിൽക്കാൻ കൽപ്പിച്ചു, അതായത് വരയുടെ ഇപ്പുറം നിൽക്കാൻ കൽപ്പിച്ചു. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനും പാരായണം ചെയ്ത് മുന്നോട്ട് നടന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഉടനെ തന്നെ ഒരു കറുത്ത മേഘം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. അത് റസൂലുള്ളാഹിന്റെ ചുറ്റും മൂടി. പിന്നീട് എനിക്ക് റസൂലുള്ളാഹിന്റെ ശബ്ദം മാത്രമേ കേൾക്കാൻ സാധിച്ചിട്ടുള്ളൂ, ഒന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. സുദീർഘമായിട്ടുള്ള ഹദീസാണ്. അദ്ദേഹം പ്രഭാതം വരെ അവിടെ ഇരുന്നു എന്നെല്ലാം ഹദീസിൽ തുടർന്നായിട്ട് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും
ആ രാത്രി, അതായത് ത്വായിഫിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മടങ്ങി വരുന്ന ആ രാത്രി ജിന്നുകളിൽ നിന്നുള്ള ഒരു വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഖുർആൻ പാരായണം കേട്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നീട് ആ വിഭാഗം കാരണം ജിന്നുകൾക്കിടയിൽ നിന്ന് നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ ത്വായിഫിൽ നിന്നുള്ള ആ തിരിച്ചുള്ള യാത്രയിൽ ഈ സംഭവം നൽകുന്ന വലിയ പാഠത്രയാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് നൽകുന്ന ഒരു ആശ്വാസം സിംബോളിക്കായിട്ട്, അതായത് ഈ ഭൂമിയിലുള്ള മനുഷ്യർ മുഴുവൻ ഈ സന്ദേശത്തെ അല്ലെങ്കിൽ ഈ പ്രബോധനത്തെ തള്ളിക്കളഞ്ഞാലും അത് സ്വീകരിക്കാൻ മനുഷ്യരല്ലാത്തൊരു സമൂഹം താങ്കൾക്ക് വേണ്ടി ഇവിടെ ഉണ്ട് എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതായത് ഭൂമിയിൽ നിങ്ങളെ അവര് തിരസ്കരിച്ചാലും അവര് നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കുന്ന സന്ദർഭത്തിൽ വലഗൗ ഫീഹി ലഅല്ലക്കും തഖ്ലിബൂൻ, മക്കയിലുള്ള ഖുറൈശികൾ പരിശുദ്ധ ഖുർആൻ കേൾക്കുന്ന സന്ദർഭത്തിൽ അവര് ശബ്ദമുണ്ടാക്കിക്കൊണ്ടത് തടസ്സപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ സമീപനം മക്കയിലുള്ള അല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും സ്വീകരിച്ചാലും അവർക്ക് പിന്തിരിപ്പിക്കാൻ കഴിയാത്ത മറ്റൊരു സമൂഹം നിങ്ങളെ കേൾക്കാനും നിങ്ങളെ അനുഗമിക്കാനും തയ്യാറായിട്ട് ഇവിടെയുണ്ട്, അദൃശ്യ ലോകത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആശ്വാസം. പരിശുദ്ധ ഖുർആൻ കേട്ട സന്ദർഭത്തിൽ ഖാലു അൻസിതു, അവര് നിശബ്ദമായിട്ട് അത് ശ്രവിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതായത് മനുഷ്യലോകം മുഴുവൻ താങ്കളെ പിന്തള്ളിയാലും സ്വീകരിക്കാൻ അദൃശ്യ ലോകത്തുണ്ടവരുണ്ട് എന്നുള്ള. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ച് മക്കയുടെ സമീപത്തെത്തി. പക്ഷേ മക്കയിലേക്ക് ഒരിക്കലും റസൂലുള്ളാഹിക്ക് തിരിച്ചു കടക്കാൻ കഴിയില്ല. ആ പുറത്തേക്ക് പോയതോടുകൂടി ആ വിസ ക്യാൻസലായി. മാത്രമല്ല തായിഫിലേക്ക് പോയ സംഭവം അവരറിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ സംരക്ഷകനില്ലാതെ ഒരിക്കലും മക്കയിലേക്ക് റസൂലുള്ളാഹിക്ക് തിരിച്ചു കടക്കാൻ സാധ്യമല്ല. ആ സന്ദർഭത്തിൽ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, ഈ യാത്രയിലുടനീളം അദ്ദേഹം കൂടെയുണ്ട്. സെയ്ദ് ബിൻ ഹാരിസ, വളർത്തുപുത്രനായിട്ടുള്ള സെയ്ദ് ബിൻ ഹാരിസ റസൂലുള്ളാഹിനോട് ചോദിച്ചു, പ്രവാചകരെ, ഇനി എങ്ങനെയാണ് നമ്മൾ മക്കയിലേക്ക് തിരിച്ചു കടക്കുക? നമ്മളെ ഇവിടെ നിന്നും പുറത്താക്കിയതല്ലേ? ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്ന സീറത്ത് ഇബ്നു ഹിശാമിൽ വായിക്കാൻ സാധിക്കും, ഇന്നല്ലാഹ നാസിറുൻ ദീനഹു വ മുദ്ഹിറുൻ നബിയ്യഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും എനിക്കൊരു മാർഗം കാണിച്ചു തരിക തന്നെ ചെയ്യും. അവന്റെ പ്രവാചകൻ അവന്റെ ദീനിനെ സഹായിക്കും. തീർച്ചയായിട്ടും ആ ദീൻ എല്ലാത്തിനെയും അതിജയിക്കും, അത് വിജയിക്കുമെന്ന് ആ സന്ദർഭത്തിൽ ഒരു പ്രതീക്ഷയുടെ ഒരു കണം പോലും അവശേഷിക്കാത്ത ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിന്റെ തവക്കുൽ നോക്കുക. മുന്നിൽ യാതൊരു വഴിയുമില്ലാത്ത സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കൈപടിയില്ല എന്നുള്ള പ്രതീക്ഷ, അതാണ് അവിടെയും നമ്മൾ കാണുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ ആ ചെങ്കടലിന് മുമ്പിൽ എത്തിയ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, ഇന്നാല മുദ്റക്കൂൻ, ഓ മൂസ, നമ്മളെ പിടിക്കപ്പെടാൻ പോവാൻ. ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരർത്ഥത്തിലും യാതൊരു പ്രതീക്ഷക്കും വകയില്ലാത്ത സന്ദർഭത്തിലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, സൂറത്ത് ശുഅറാന്റെ 62-ാമത്തെ വചനം, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വഴി കാണിച്ചിരുന്ന് ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ആ ചരിത്രമെല്ലാം തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ കേൾക്കുന്നുണ്ടാവും. റസൂലുള്ളാഹി പറഞ്ഞു, തീർച്ചയായിട്ടും അള്ളാഹു അവന്റെ പ്രവാചകനെ സഹായിക്കും എന്നുള്ള. അപ്പൊ റസൂലുള്ളാഹി അത് കേവലം പറഞ്ഞു നിൽക്കുക മാത്രമല്ല, റസൂലുള്ളാഹിക്ക് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ റസൂലുള്ളാഹി ചെയ്യുകയും. അങ്ങനെയാണല്ലോ തവക്കുൽ എന്നുള്ളത്. അതിനർത്ഥം നമ്മൾ നമ്മുടെ ഭാഗം ചെയ്യാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭരമേൽപ്പിക്കലല്ല, നമ്മുടെ ഭാഗം കഴിയുന്ന അത്ര നമ്മൾ നിർവഹിക്കുക. ഇപ്പൊ ഹിജ്റയുടെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ നിരവധി പ്രിക്കോഷൻ എടുത്തിട്ടാണ് റസൂലുള്ളാഹി യാത്രയാവുന്നത്. അപ്പൊ നമ്മുടെ ഭാഗം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ മക്കയിലേക്ക് പ്രവേശിക്കുന്ന അതിർത്തിയിൽ എത്തിയ സന്ദർഭത്തിൽ അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മക്കയിലേക്ക് കയറണമെങ്കിൽ തന്നെ ഒരു സംരക്ഷകൻ ഏറ്റെടുക്കേണ്ടതുണ്ട്. കാരണം അബൂ താലിബ് മരണപ്പെട്ടു, അബൂലഹബ് ആണെങ്കിൽ ഗോത്രത്തിൽ നിന്നും പുറന്തള്ളിയിട്ടുണ്ട്. അപ്പൊ തനിക്കൊരു അഭയം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ദൂതനെ അഖ്നസ് ബിൻ ശുറൈഖിന്റെ അടുത്തേക്ക് റസൂലുള്ളാഹി അയച്ചു. നമുക്കറിയാം ഖുറൈശികൾ, മുമ്പെല്ലാം പറഞ്ഞു ഖുറൈശികൾ 10-ലധികം ഗോത്രമാണ്, 10-15 ഗോത്രങ്ങളുണ്ട്. അതിൽ ബനൂ ഹാശിം മാത്രമാണ് റസൂലുള്ളാഹിനെ തള്ളിയത്. അപ്പൊ അവര് തള്ളിയാലും റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ മറ്റേതെങ്കിലും ഖുറൈശി ഗോത്രം അവര് മനസ്സ് കാണിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ റസൂലുള്ളാഹി ഒരു ദൂതനെ അഖ്നസ് ബിൻ ശുറൈഖിന്റെ അടുത്തേക്ക് അയക്കുകയാണ്. അദ്ദേഹം മാന്യമായിട്ട് ആ ക്ഷണം, അദ്ദേഹം ആ ഒരു അഭ്യർത്ഥന അദ്ദേഹം തിരസ്കരിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ സന്ദർഭത്തിൽ അത് ഏറ്റെടുക്കൽ പ്രശ്നമാണ്, പ്രയാസമാണ്, ബനുഹ, അതേ രൂപത്തിൽ നിരവധി ഒഴിവുകൾ പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി. റസൂലുള്ളാഹിക്ക് അത് മനസ്സിലായി. അഖ്നസ് നിരസിച്ച ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉടനെ തന്നെ രണ്ടാമതായിട്ട് സുഹൈൽ ബിൻ അംറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ദൂതനെ തിരിച്ചയക്കുകയാണ്. രണ്ടാമത്തെ വ്യക്തിയായിട്ട് റസൂലുള്ളാഹി തെരഞ്ഞെടുത്തത് സുഹൈൽ ഇബ്ൻ അംർ റളിയല്ലാഹു അൻഹു, ഖതീബ് ഖുറൈശ് എന്നുള്ള അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിലെല്ലാം അവർ സംസാരിക്കാൻ അവർ പറഞ്ഞയക്കുന്ന ആ സന്ധിക്കിരിക്കുന്ന ഖുറൈശികളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് സുഹൈൽ ബിൻ അംർ. അദ്ദേഹത്തിന് ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട സന്ദർഭത്തിലാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. അത്രയേറെ സംസാരിക്കാൻ വൈദഗ്ധ്യമുള്ള വ്യക്തിയായിരുന്നു സുഹൈൽ ബിൻ അംർ. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രണ്ടാമതായിട്ട് ആളെ പറഞ്ഞയച്ചു.
ആ സന്ദർഭത്തിൽ അദ്ദേഹവും വളരെ മാന്യമായിട്ട് ആ ക്ഷണം നിരസിച്ചു. മനോഹരമായിട്ടൊരു പോയിന്റ്. ഈ രണ്ടാളുകൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയേറെ ഖുറൈശികൾ ഉണ്ടായിട്ടും ഇവരെ രണ്ടാളെയും പ്രത്യേകം തെരഞ്ഞെടുക്കാനുള്ള കാരണം ഈ രണ്ടാളുകൾക്കും ഇസ്ലാമിനോടൊരു സോഫ്റ്റ് സ്പോട്ട് ഉണ്ടെന്ന് വളരെ സമർത്ഥമായിട്ട് റസൂലുള്ളാഹി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഈ രണ്ടാളുകളും പിൻകാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. സുഹൈൽ ഇബ്നു അംർ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഈ രണ്ടാളുകളും ഈ റസൂലുള്ളാഹിന്റെ ആവശ്യം നിരാകരിച്ച സന്ദർഭത്തിൽ മൂന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തീം ഇബ്നു അദിയിന്റെ അടുത്തേക്ക് റസൂലുള്ളാഹി ദൂതനെ അയക്കുകയാണ്. മുത്തീം ഇബ്നു അദി ബനൂ നൗഫൽ ഗോത്രം. നേരത്തെ ഞാൻ പലതവണയായിട്ട് അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ഉപരോധ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിക്ക് രഹസ്യമായിട്ട് ആ ശഅബ് അബീ ത്വാലിബിലേക്ക് ഭക്ഷണം എത്തിച്ച് റസൂലുള്ളാഹിനെ സഹായിച്ച വ്യക്തിയാണ് മുത്തീം ഇബ്നു അദി. അതേപോലെ തന്നെ ഉപരോധം പിൻവലിക്കാൻ വേണ്ടി സംസാരിച്ച ആ വ്യക്തികൾ 5 ആളുകൾക്കിടയിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തി കൂടെയാണ് മുത്തീം ഇബ്നു അദി. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ചു. അദ്ദേഹം റസൂലുള്ളാഹിന്റെ അഭ്യർത്ഥന ഉടനെ തന്നെ അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ സഹായിക്കാം, സുബ്ഹാനല്ലാഹ്, ഞാൻ മുഹമ്മദിന്റെ സംരക്ഷണം ഏറ്റെടുക്കാം. അദ്ദേഹം കേവലം പറയാൻ മാത്രമല്ല, റസൂലുള്ളാഹി അയച്ച ആ ദൂതന്റെ കൂടെ തന്റെ മക്കളെ മുഴുവൻ ആയുധ സജ്ജരാക്കി റസൂലുള്ളാഹിന്റെ കൂടെ പറഞ്ഞയച്ചു. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു. റസൂലുള്ളാഹിന്റെ മറ്റൊരു ഹദീസ് ചേർത്ത് വായിക്കും, ഇന്നല്ലാഹ ല യുഅയ്യിദു ഹാദ ദീൻ റജുലുൻ കാഫിർ. അല്ലാഹു സുബ്ഹാനഹു വതആല പല സന്ദർഭത്തിലും കാഫിറായിട്ടുള്ള വ്യക്തികളിലൂടെ അവന്റെ ദീനിനെ സഹായിക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. മുത്തീം ഇബ്നു അദി ആ സന്ദർഭത്തിൽ സ്വന്തം മക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ചുകൊണ്ട് മക്കയിലേക്ക് കൊണ്ടുവരാൻ അവരെ പറഞ്ഞയക്കുകയും ചെയ്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഭാഗത്തും അദ്ദേഹത്തിന്റെ മക്കളെല്ലാമായിട്ട് റസൂലുള്ളാഹി മക്കയിലേക്ക് പ്രവേശിച്ചു. റസൂലുള്ളാഹി മക്കയിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ മുത്തീം ഇബ്നു അദി റസൂലുള്ളാഹിനോട് പറഞ്ഞു, നിങ്ങൾ തവാഫ് ചെയ്യുക. കാരണം അവരുടെ സമ്പ്രദായം പുറത്തു പോയി വന്ന ഉടനെ തന്നെ തവാഫ് നിർവഹിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയിട്ട് തവാഫ് നിർവഹിച്ചു. അതിനുശേഷം മുത്തീം ഇബ്നു അദി കഅബാലയത്തിനരികെ അവിടെ കയറുന്നുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചു, അതായത് മുഹമ്മദിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ അത് കേട്ട ഉടനെ തന്നെ ഖുറൈശികൾ അവർ ഞെട്ടലോടുകൂടി അബൂജഹൽ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ അദ്ദേഹത്തിന്റെ അനുയായിയായിട്ടാണോ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്, അതല്ല നിങ്ങൾ അദ്ദേഹത്തിന് വിശ്വസിക്കാതെയാണോ സംരക്ഷിക്കുന്നത്? അവരുടെ ജാഹിലിയത്ത് നോക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അനുയായിട്ടൊന്നല്ല, അദ്ദേഹത്തിന് ഞാൻ ആ ബന്ധത്തിന്റെ പേരിൽ ഞാൻ സംരക്ഷണം നൽകുകയാണ്. അപ്പൊ അവരത് അംഗീകരിക്കുകയും ചെയ്തു. പിന്നീട് ഹിജ്റയുടെ കാലം വരെ, അതായത് ഹിജ്റ പിന്നീട് ഈ സംഭവത്തിന് ശേഷം ഏകദേശം 1.5-2 വർഷത്തിന് ശേഷമാണ് ഹിജ്റ അരങ്ങേറുന്നത്. ആ ഹിജ്റ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് മുത്തീം ഇബ്നു അദിയുടെ സംരക്ഷണത്തിന്റെ കീഴിലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിർണായകമായിട്ടുള്ള സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്നത് അവിശ്വാസിയായിട്ടുള്ള മുത്തീം ഇബ്നു അദിയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ നേരത്തെ കഴിഞ്ഞ 2 ഭാഗം മുമ്പ് ഞാൻ പറഞ്ഞു, അവിശ്വാസികൾ സമന്മാരല്ല, ഇതേ രൂപത്തിൽ മുസ്ലിങ്ങളെ സഹായിക്കുന്ന സന്മനസ്സുള്ള നിരവധി ആളുകൾ അവർക്കിടയിൽ ഉണ്ടാകും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതായത് നിരവധി ഇക്കാലഘട്ടത്തും നമ്മുടെ സമൂഹത്തിൽ നിരവധി മുത്തഇമുമാർ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരെ ചേർത്ത് നിർത്തി വേണം നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കാൻ. ഹിജ്റക്ക് തൊട്ടു മുമ്പ് ഏകദേശം 1-2 മാസങ്ങൾക്ക് മുമ്പ് മുത്തീം ഇബ്നു അദി അദ്ദേഹം മരണപ്പെടുക. അദ്ദേഹം അവിശ്വാസിയായിക്കൊണ്ട് തന്നെയാണ് മരണപ്പെടുന്നത്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ, ഞാൻ പറഞ്ഞു, ജുബൈർ ഇബ്നു മുത്ഇം, അദ്ദേഹം ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഹാബിയായിട്ട് പിന്നീട് കടന്നു വരുന്നുണ്ട്. അപ്പൊ നിർണായകമായിട്ടുള്ള സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തീം ഇബ്നു അദി നൽകിയ സഹായങ്ങൾ, അതായത് നേരത്തെ ഉപരോധ കാലഘട്ടത്തിലും ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് മക്കയിലേക്ക് പ്രവേശിക്കാൻ റസൂലുള്ളാഹിന്റെ സംരക്ഷണം ഏറ്റെടുക്കാനെല്ലാം അദ്ദേഹം കാണിച്ച മനസ്സ്, സുബ്ഹാനല്ലാഹ്, അതൊരിക്കലും റസൂലുള്ളാഹി ജീവിതത്തിൽ മറക്കുന്നില്ല എന്നുള്ള. നമ്മൾ സീറ ഒരല്പം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താൽ പിൻകാലഘട്ടത്തിൽ ഹിജ്റയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ യുദ്ധം ബദർ യുദ്ധത്തിൽ 70-ലധികം, നമുക്കറിയാം ഖുറൈശികൾ അതിൽ ശത്രുക്കൾ പരാജയപ്പെട്ട സന്ദർഭത്തിൽ 70-ലധികം യുദ്ധ തടവുകാരെ മുസ്ലിങ്ങൾ പിടികൂടി. ആ സന്ദർഭത്തിൽ ആ യുദ്ധ തടവുകാരെ എന്ത് ചെയ്യണം എന്നുള്ള ചർച്ച വന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, മനോഹരമായിട്ടുള്ള വാക്ക്. സ്വഹീൽ ബുഖാരിയിൽ കാണാൻ സാധിക്കും, ലൗകാന മുത്ഇം ഹയ്യൻ സുമ്മ കല്ലമനി ഫീഹാ ഉല ഇന്നത്ന ലതറക്തുഹും ബിഹി ലതറക്തുഹും ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുത്ഇം ബിൻ അദി എങ്ങാനും ഈ സന്ദർഭത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സുമ്മ കല്ലമനി ഫീഹാ ഉല ഇന്നത്ന, പിന്നീട് അദ്ദേഹം ഈ ആളുകളെ മുഴുവൻ വെറുതെ വിടണമെന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും ഞാൻ വാങ്ങാതെ അവരെ മുഴുവൻ ഞാൻ വെറുതെ വിടുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. യുദ്ധ തടവുകാർക്ക് മോചനദ്രവ്യം നൽകേണ്ടത് റസൂലുള്ളാഹി പറയാം, മുത്തീം എങ്ങാനും ഈ സന്ദർഭത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, അദ്ദേഹം എന്നോട് ഇതേ രൂപത്തിൽ അവരെ വെറുതെ അയക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ വെറുതെ വിടുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹത്തെ സ്മരിക്കുകയാണ്. അതായത് നമ്മൾ പറയാണ്, അതായത് നമ്മൾ അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഒരു ബാഡ്ജ് ഓഫ് ഹോണർ, നമ്മൾ സൈന്യാധിപന്മാർക്കെല്ലാം അവർ യുദ്ധത്തിലെല്ലാം മരണപ്പെട്ടാൽ
മരണത്തിന് ശേഷം ബഹുമതിയായിട്ട് പരംവീർ ചക്ര അല്ലെങ്കിൽ കീർത്തി ചക്രയെല്ലാം നമ്മുടെ നാട്ടിൽ നൽകാറുണ്ട്. അതേ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തീബിൻ അദീൻ അദ്ദേഹം നിർണായക സന്ദർഭത്തിൽ സഹായിച്ചതിന് റസൂലുള്ളാഹി അവിശ്വാസിയായിട്ടുള്ള മുത്തീബിൻ അദീനെ നൽകുന്ന ആ സമ്മാനമാണ് നമ്മളവിടെ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷേ മക്കയിൽ നമുക്കറിയാം ആ പഴയ സാഹചര്യങ്ങൾ അതേപടി തുടരുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രയാസങ്ങൾ അതേ രൂപത്തിൽ തന്നെ നേരിടേണ്ടി വരികയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വേർപാടിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കാണ് ജീവിതം. മക്കളെ പരിചരിക്കേണ്ടതുണ്ട്, ഒരു തുണ വേണ്ടതുണ്ട്. വല്ലാത്ത മനപ്രയാസത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏകാന്ത ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ അതായത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട് പിന്നീട് ഏകാന്തനായിട്ട് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അറബിയിൽ ഒരു ചൊല്ല് പറയാൻ അഴ്സബ് ദഹർ വല അർമൽ ഷഹർ, അതായത് ജീവിതകാലം മുഴുവനും വിവാഹം കഴിക്കാതെ ജീവിക്കാൻ ഒരു പ്രയാസമില്ല. പക്ഷെ അതിനേക്കാൾ പ്രയാസമാണ് വിവാഹം കഴിച്ച ഒരാള് ഭാര്യയെ നഷ്ടപ്പെട്ട് ഒരു മാസം തള്ളി നീക്കുന്നത്. വിവാഹം കഴിക്കാതെ അജബായിട്ടുള്ളതായി വിവാഹം കഴിക്കാത്ത ആൾക്ക് എത്രയും കാലം അങ്ങനെ ജീവിക്കാം. പക്ഷെ വിവാഹം കഴിച്ചിട്ട് ഭാര്യ ഇല്ലാതെ ഒരു മാസം ചെലവഴിക്കുക എന്നുള്ളത് അത്യധികം പ്രയാസം. കാരണം ആ വിവാഹത്തിൻ്റെ കൂടെയുള്ള ആ ഒരു രുചി ആ ഒരു ടേസ്റ്റ് അദ്ദേഹം രുചിച്ചു കഴിഞ്ഞു എന്നുള്ള പിന്നെ വലിയ പ്രയാസമാണ് ഭാര്യ ഇല്ലാതെ ജീവിക്കാൻ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വേർപാട് റസൂലുള്ളാഹിനെ അങ്ങേയറ്റം അലട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ത്വാഇഫിലുണ്ടായ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണത്തിന് ശേഷം, വഫാത്തിന് ശേഷം 3 മാസത്തിന് ശേഷം ദുൽഹജ്ജ് മാസം 10, അതായത് നുബുവത്തിന്റെ 10-ാം വർഷം ദുൽഹജ്ജ് മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്വഹാബിയ ഖൗല ബിൻത്ത് ഹക്കീം എന്നറിയപ്പെടുന്ന റളിയല്ലാഹു അൻഹ അവർ കയറി വരാണ്. ഖൗല ബിൻത്ത് ഹക്കീം റളിയല്ലാഹു അൻഹ ഈ ഒരു സ്വഹാബിയ സീറയിലെ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകം മനസ്സിലാക്കുക, അവരുടെ ഭർത്താവ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ആണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് ഖൗല ബിൻത്ത് ഹക്കീം റളിയല്ലാഹു അൻഹ. നേരത്തെ അബിസീനിയൻ പാരായണവുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞിരുന്നു. ആ സമൂഹത്തിൽ ഇതേ രൂപത്തിൽ വിവാഹ കാര്യങ്ങളും മറ്റെല്ലാം താല്പര്യമെടുത്ത് മുന്നിട്ടിറങ്ങുന്ന ഒരു സ്ത്രീ കൂടെയാണ് ഖൗല ബിൻത്ത് ഹക്കീം. അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്ന്, അത് മാത്രമല്ല ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്ത സുഹൃത്തു കൂടെയായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയുടെ വേർപാടിൽ റസൂലുള്ളാഹി അനുഭവിക്കുന്ന മാനസിക പ്രയാസം അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. അപ്പൊ അവര് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹി ഇന്നി അറാക ഖദ് ദഖലത്ക ഖല്ലത്തും ലിഫഖദി ഖദീജ. ഓ റസൂല്, താങ്കൾ ഖദീജയുടെ വേർപാട് താങ്കളെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതിലൊരുപാട് താങ്കൾ മനപ്രയാസം അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും അവരെന്റെ കുട്ടികളുടെ മാതാവായിരുന്നു, ഈ വീടിന്റെ നായികയായിരുന്നു അവളാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ഖൗല ബിൻത്ത് ഹക്കീം റളിയല്ലാഹു അൻഹ അവർ സമർത്ഥമായിട്ട് അവർ പറഞ്ഞു, എത്ര കാലം എന്ന് വെച്ചിട്ടാ ഈ രൂപത്തിൽ നിങ്ങൾ കഴിയുക, നിങ്ങൾ മക്കളെ പരിചരിക്കേണ്ടതില്ലേ? അപ്പം അതേ രൂപത്തിലെല്ലാം സംസാരിക്കും. അങ്ങനെ സംസാരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർ എന്തോന്ന് കണ്ടിട്ടായിരിക്കണം സംസാരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് നീ ഉദ്ദേശിക്കുന്നത്, ആരെയാണ് നീ ഉദ്ദേശിക്കുന്നത്? ആ സന്ദർഭത്തിൽ ഖൗല ബിൻത്ത് ഹക്കീം റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുന്നത് സൗദ ബിൻത്ത് ജമഅ റളിയല്ലാഹു അൻഹ, ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട സൗദ റളിയല്ലാഹു അൻഹയാണ് അവർ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ആ രണ്ടാമതായിട്ട് വിവാഹത്തിന് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. സൗദ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്, അവര് ഓൾറെഡി ആദ്യം വിവാഹം കഴിച്ച് സക്രാൻ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു എന്നറിയപ്പെടുന്ന ഒരാളെ സൗദ റളിയല്ലാഹു അൻഹു നേരത്തെ വിവാഹം കഴിച്ചിരുന്നു തന്റെ യുവപ്രായത്തിൽ. അവരാദ്യം തന്നെ ഈ രണ്ടാളുകളും ആദ്യം തന്നെ ഇസ്ലാമിലേക്ക് വന്ന സാബിഖൂനൽ അവ്വലൂൻ. അതിനുശേഷം ഇസ്ലാം സ്വീകരിക്കുക മാത്രമല്ല, അവർ അബിസീനിയയിലേക്കുള്ള പലായനത്തിൽ ഈ 2 ദമ്പതികൾ ഉണ്ടായിരുന്നു. അത് 1-ാമത്തെ ഹിജ്റയിലാണോ 2-ാമത്തെ ഹിജ്റയിലാണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്ക് ഇഖ്തിലാഫുണ്ട്. ഏതായിരുന്നാലും അബിസീനിയൻ ഹിജ്റയിൽ അവർ പങ്കെടുത്തിരുന്നു. അവരുടെ ഭർത്താവ് സക്രാൻ ഇബ്നു അംർ, പ്രത്യേകം മനസ്സിലാക്കുക മറ്റൊരു കാര്യം, ഈ സക്രാൻ ഇബ്നു അംർ എന്നുള്ളത് സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ്. നേരത്തെ ഞാൻ പറഞ്ഞ സുഹൈൽ ഇബ്നു അംർ. സക്രാൻ ഇബ്നു അംർ അബിസീനിയയിൽ വെച്ചോ അതല്ല മക്കയിലേക്ക് മടങ്ങി വന്ന ഏതോ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടതോടുകൂടെ സൗദ റളിയല്ലാഹു അൻഹ അവർ വിധവയായിട്ട് ജീവിക്കുകയാണ്. അവർക്കൊരു സന്താനം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അവരുടെ ശാരീരിക പ്രകൃതം ഹദീസിൽ കാണാൻ സാധിക്കും. ചരിത്ര ഗ്രന്ഥങ്ങളിൽ അവർ വളരെ തടിച്ച പ്രകൃതമായിരുന്നു, നീണ്ട സ്ത്രീ ആയിരുന്നു, അതിസുന്ദരിയൊന്നും ആയിരുന്നില്ല. ഒരുപാട് പ്രായമുണ്ട്. റസൂലുള്ളാഹിന്റെ അടുത്ത് അല്ലെങ്കിൽ റസൂലുള്ളാഹിനേക്കാൾ പ്രായമുള്ള ഒരു വിധവയായിട്ടുള്ള സ്ത്രീ. ആ സ്ത്രീയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായിട്ട് വിവാഹം കഴിക്കുന്നത്. ചിന്തിച്ചു നോക്കുക, വിധവയായ ഒരു കുട്ടിയുള്ള ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ആ പ്രായമുള്ള ഒരു സ്ത്രീയെ ഞാൻ പ്രത്യേകമായിട്ട് അവരുടെ ശാരീരികമായിട്ടുള്ള അവരുടെ രൂപവും അതേപോലെ തന്നെ വിധവയാണെന്നെല്ലാം അടിവരയിട്ട് പറയാനുള്ള കാരണം,
ചിന്തിച്ചു നോക്കുക, ജീവിതത്തിന്റെ ഏറ്റവും യുവത്വം തിളക്കുന്ന ആ പ്രായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 50 വയസ്സ് വരെ ഒരേ ഒരു വിവാഹം മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ ഒരു വിവാഹം മാത്രമാണ് കഴിച്ചത്. അതും ആ സമൂഹത്തെ കൂടെ നമ്മൾ ഓർക്കുക. ആ സമൂഹത്തിൽ ബഹുഭാരിത്വം സർവ്വസാധാരണയായിരുന്നു. അവിടെയുള്ള ആളുകൾക്കെല്ലാം 5 അല്ലെങ്കിൽ 10 ഇതേ രൂപത്തിൽ നിരവധി ഭാര്യമാരുമായിട്ട് അവർ, അല്ലെങ്കിൽ തുറന്ന യാതൊരു ലൈംഗികമായിട്ടുള്ള കാര്യത്തിൽ യാതൊരു നിഷ്ഠയുമില്ലാതെ കുത്തടിഞ്ഞ് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഭാര്യയെ മാത്രം വിവാഹം കഴിച്ചുകൊണ്ട് റസൂലുള്ളാഹി ഒരിക്കൽ പോലും മറ്റൊരു സ്ത്രീയുടെ മുഖത്തേക്ക് മോശമായിട്ടൊരു നോട്ടം പോലും നോക്കാതെ റസൂലുള്ളാഹി 50 വയസ്സ് വരെ ജീവിക്കുകയാണ്. ആ സമൂഹത്തിൽ ബഹുഭാരിത്വം സർവ്വസാധാരണമാണ്. റസൂലുള്ളാഹിക്ക് ശത്രുക്കൾ പറയുന്നത് രൂപത്തിലാണെങ്കിൽ, റസൂലുള്ളാഹിക്ക് അതേ രൂപത്തിൽ നഊദു ബില്ലാഹ് അവർ പറയുന്ന രൂപത്തിലാണെങ്കിൽ, റസൂലുള്ളാഹിക്ക് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഖദീജ റളിയല്ലാഹു അൻഹ അനുമതി നൽകാഞ്ഞിട്ടാണോ? ചിന്തിച്ചു നോക്കുക. തീർച്ചയായിട്ടും ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമ്മൾ പഠിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞോ അവരതിന് സമ്മതിച്ചിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ആ ഒരു കാലഘട്ടം, തന്റെ യുവത്വം തിളക്കുന്ന 50 വയസ്സ് വരെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി ഒരിക്കൽ പോലും മറ്റൊരു സ്ത്രീയെക്കുറിച്ച് റസൂലുള്ളാഹി ചിന്തിക്കുന്നു പോലില്ല. സുബ്ഹാനല്ലാഹ്. അതും രണ്ടാമതായിട്ട് വിവാഹം കഴിക്കുന്നതും വിധവയായിട്ട്, തന്നേക്കാൾ പ്രായമുള്ള വിധവയായിട്ടുള്ള ഒരു സ്ത്രീയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് വിവാഹം കഴിക്കുന്നത്. ഈ രൂപത്തിൽ ആരോപണം പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ, അവർ ആ റസൂലുള്ളാഹിന്റെ പലപ്പോഴും റസൂലുള്ളാഹിന്റെ ജീവിതം അവർ ഒരിക്കൽ പോലും അവർ ആത്മാർത്ഥമായിട്ട് അവർ പഠിച്ചിട്ടുണ്ടാവില്ല. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധവകളെ വിവാഹം കഴിക്കുന്നുണ്ട്. പക്ഷേ ഓരോ വിവാഹത്തിനും അതിന്റെ പിന്നിലെല്ലാം കൃത്യമായിട്ടൊരു യുക്തി കാണാൻ സാധിക്കും. അത് ശത്രുക്കൾ പറയുന്നത് പോലെ അല്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ രൂപത്തിലുള്ള ശത്രുക്കളുടെ ആരോപണങ്ങൾ അത് ശക്തമായിട്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ഏതായാലും 400ഓളം ഇബ്നു സഅദിന്റെ തബഖാത്തിൽ 400 ദിർഹം മഹർ നൽകിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായിട്ട് സൗദ റളിയല്ലാഹു അൻഹയെ മക്കയിൽ വെച്ചുകൊണ്ട് വിവാഹം കഴിക്കുകയാണ്. പിന്നീടുള്ള മക്കയിൽ ഹിജ്റ വരെയുള്ള 1.5 വർഷം, ആ 2 വർഷ കാലഘട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന റസൂലുള്ളാഹിന്റെ പത്നി സൗദ റളിയല്ലാഹു അൻഹയായിരുന്നു. ഹിജ്റയിൽ സൗദ റളിയല്ലാഹു അൻഹയെയും റസൂലുള്ളാഹിന്റെ മക്കളെയെല്ലാം രഹസ്യമായിട്ട് കൊണ്ടുപോകാൻ റസൂലുള്ളാഹി സെയ്ദ് ബിൻ ഹാരിസയെയും അതേപോലെ തന്നെ അബൂ റാഫിഅനെയെല്ലാം റളിയല്ലാഹു അൻഹു അവരെയെല്ലാം ചുമതലപ്പെടുന്നതായിട്ടെല്ലാം ഹിജ്റയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മക്കയുടെ അവസാന കാലഘട്ടത്തിൽ, ഹിജ്റ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ ദാമ്പത്യം പങ്കിട്ടിരുന്ന റസൂലുള്ളാഹിന്റെ ഭാര്യ സൗദ ബിൻത്ത് സമഅ റളിയല്ലാഹു അൻഹു ആണ്. മൊത്തത്തിൽ ആ മക്കൻ സീറയിൽ മക്ക കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ജീവിച്ചത് 2 ഭാര്യമാരാണ്. ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹ, രണ്ടാമതായിട്ട് സൗദ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം ആ ഒരു സന്ദർഭത്തിൽ നിക്കാഹ് നടക്കുന്നുണ്ട്. പക്ഷേ ഒന്നിച്ച് ജീവിക്കാൻ വിവാഹമെല്ലാം നടക്കുന്നത് ഒന്നിച്ച് ജീവിക്കാൻ ആരംഭിക്കുന്ന മദീന കാലഘട്ടത്തിലാണ്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അപ്പൊ മക്ക ജീവിതത്തിന്റെ ആ അവസാനത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ട് റസൂലുള്ളാഹിന്റെ കൂടെ റസൂലുള്ളാഹിന്റെ പത്നിയായിട്ടുണ്ടായിരുന്നത് സൗദ റളിയല്ലാഹു അൻഹു ആണ്. ഏതാണ് 2 സംഭവം? ഒന്നാമത്തെ സംഭവം, ഇത് കഴിഞ്ഞ് ഉടനെ തന്നെ നടക്കാൻ പോകുന്ന ഇസ്രാ മിഅ്റാജ് സംഭവിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും വലിയ മഹാത്ഭുതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പിൽ ആ വലിയൊരു മുഅ്ജിസത്ത് സംഭവിക്കപ്പെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ ഭാര്യയായിട്ടുണ്ടായിരുന്നത് സൗദ റളിയല്ലാഹു അൻഹു ആണ്. അതേപോലെ തന്നെ മക്കയിൽ രണ്ടാമത്തെ സംഭവം ഹിജ്റ. ആ ഹിജ്റ അരങ്ങേറുന്ന സന്ദർഭത്തിലും റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ സൗദ റളിയല്ലാഹു അൻഹു ആണ്. പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിന്റെ രത്ന ചുരുക്കം, ആ ത്വാഇഫിലെ കഠിനമായിട്ടുള്ള അനുഭവം, അവിടെ വെച്ചുകൊണ്ട് അതേപോലെ തന്നെ ദുഃഖവർഷം, അതിന് മുമ്പ് വന്ന ആമുൽ ഹുസ്ൻ, ത്വാഇഫിലെ കഠിനമായിട്ടുള്ള അനുഭവം, അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആ ഏതൊരാളെയും ഹൃദയത്തെ സ്പർശിക്കുന്ന റസൂലുള്ളാഹിന്റെ ആ പ്രാർത്ഥന, അത്രയും, അതായത് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രയാസത്തിനുള്ള പ്രതിഫലം, അതായത് ദുഃഖവർഷം പ്ലസ് ത്വാഇഫിലെ കഠിനമായിട്ടുള്ള അനുഭവം സമം ഇസ്രാ മിഅ്റാജ്. സുബ്ഹാനല്ലാഹ്. ആ വലിയ ത്യാഗത്തിനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു. ലോകത്ത് ഒരു സൃഷ്ടിക്കും കാണാൻ കഴിയാത്ത വലിയ മഹാത്ഭുതം, ഇസ്രാ മിഅ്റാജ് എന്നറിയപ്പെടുന്ന മഹാസൗഭാഗ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, അതായത് 7 വാനലോകങ്ങൾ കടന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദർശിക്കാൻ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ പോകാനുള്ള മഹാസൗഭാഗ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത്
ആ ഇസ്രാ മിറാജിന്റെ ആ മനോഹരമായിട്ടുള്ള ചരിത്രം, അതിൽ ആ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിലുണ്ടായ അനുഭവങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട കാഴ്ചകൾ, അതിലുള്ള യുക്തികൾ, മക്കൻ സീറയിൽ ഏറ്റവും മനോഹരമായിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഇസ്രാ മിറാജും. ഇൻഷാ അല്ലാഹ് അത് വിശദമായിട്ട് 2-3 എപ്പിസോഡുകളായിട്ട് നമുക്കത് വിവരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തറിയാനും പ്രവാചകന്റെ സീറ ആത്മാർത്ഥമായിട്ട് പഠിച്ച് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടർന്ന് അവരോടൊപ്പം നാളെ മരണാനന്തര ജീവിതത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله وبركاته.